ലഹരിക്കെതിരെ 24 നടത്തുന്ന ജൈത്രയാത്രയാണ് ഇപ്പോൾ ഈ തളിക്കുളത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ 24നോടൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികൾ കൂടി അണിനിരക്കുകയാണ്. ഈ സ്ഥലം MLA ആയിട്ടുള്ള CC മുകുന്ദനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മുൻ MP TN പ്രതാപനെ സ്വാഗതം ചെയ്യുന്നു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PI സജിതയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ബഗീഷ് കൂരാടനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരത്ത് നിന്ന് 24 ആരംഭിച്ച ലഹരിക്കെതിരായ പോരാട്ടമാണ് SKN40 എന്ന പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം പിന്നിട്ട് തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന്റെ ആദ്യഘട്ടം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ ദിവസം ഈ വെയിലും മഴയും എല്ലാം വകവയ്ക്കാതെ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട SKNനെ ഏറെ ആദരസൂചകമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ തിരുവനന്തപുരം നിന്ന് ആരംഭിച്ച ഒരു യാത്ര കാസർഗോഡ് അവസാനിക്കും. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് കാലമായി പ്രചരിക്കുന്ന വ്യാപകമാകുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പ്രചാരണ പരിപാടിയും അതിൻ്റെ അവബോധവും ജനങ്ങളിലേക്ക് ആഴത്തിലെത്തിക്കാനുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ സംഘം ഇപ്പോൾ ഈ തളിക്കുളത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സ്നേഹതീരത്ത് എത്തുമ്പോൾ എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അറിയാം. ഞാൻ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഇപ്പം നമ്മുടെ അതിഥികൾ സംസാരിക്കട്ടെ. ആദ്യം നമ്മുടെ സ്ഥലം MLA. പ്രിയമുള്ള നമ്മുടെ സ്നേഹതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിപാടി കാണാൻ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഒരു ലഹരിമുക്ത കേരളത്തിന് വേണ്ടിയുള്ള തീവ്രമായ ഒരു യജ്ഞം നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടികയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാട്ടികയുടെ ചരിത്രപരമായ ദൗത്യം എന്ന നിലയിൽ ഇങ്ങനെ പോലുള്ള ബഹുമാനപ്പെട്ട ആൾക്കാർ എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷകരമായ അനുഭവം. അതുമാത്രമല്ല, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ ഒരു മുദ്രാവാക്യം ജനങ്ങളുടെ ഏറ്റവും മർമ്മപ്രധാനമായൊരു മുദ്രാവാക്യം, ലഹരിക്കെതിരായിട്ടുള്ള വളരെ രൂക്ഷമായ ആശയവുമായി നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായൊരു പോരാട്ടത്തിന് ഇതുവരെ ഒരു മാധ്യമപ്രവർത്തകൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ആശയം ഉയർത്തിപ്പിടിച്ച് നടത്തുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിന് പുതിയ മുഖം തുറക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഇനി മുതൽ നമ്മുടെ രാജ്യത്ത് തുടരാൻ പാടില്ല എന്നൊരു ആശയമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ചരിത്രമുള്ള വളരെ പ്രധാനമായിരിക്കുന്നൊരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ പ്രദേശത്തുള്ളത് കടലോരമായി ബന്ധപ്പെട്ടതാണ്. അവിടേക്ക് ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ, ലഹരിക്കെതിരായി നമ്മുടെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇടപെടലിൻ്റെ ഫലമായി ഒരു പരിധിവരെ നമ്മുടെ ഈ പ്രദേശത്തെ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി ഒന്നുള്ള പോലീസും അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു വലിയൊരു അപകടസ്ഥിതി നമ്മുടെ കടലോരത്ത് ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നിരുന്നാലും അതുമായി വരുന്ന അതിക്രമങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഇതുപോലെയുള്ള ക്യാമ്പയിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആ പ്രധാനത്തിൽ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ കൂടുതൽ കെട്ടുറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായരുടെ ഈ നാട്ടിലേക്ക് എല്ലാവിധ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി TN പ്രതാപൻ. പ്രിയമുള്ളവരെ, ആദ്യമായി ശ്രീകണ്ഠൻ നായർ എന്ന SKയെ കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ ഈ മണപ്പുറത്തിൻ്റെ അഭിമാന കേന്ദ്രമായ സ്നേഹതീരതയ്ക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളെല്ലാവർക്കും ഈദാശംസകൾ കൂടി നേരുകയാണ്. ഒരു നല്ല ദിനത്തിലാണ് ശ്രീകണ്ഠൻ നായർ SK അദ്ദേഹത്തിൻ്റെ മാധ്യമരംഗത്തെ 40 വർഷം ആഘോഷിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന സ്ലോഗൻ ഉയർത്തിക്കൊണ്ട് അക്രമവും ലഹരിയും അരുത് എന്ന് സമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കേരള യാത്ര ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ സ്നേഹതീരം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കൗൺസിലാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കൗൺസിലാണ്. പ്രത്യേകിച്ചും ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും
ബഹുമാനായ ശ്രീ മോഹൻലാൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മാതാവ് ഉൾപ്പെടെ ഈ സ്നേഹതീരത്ത് വന്ന് ഇതേ സ്ഥലത്ത് വൈകാരികമായി മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അബ്ദുൽ സമദ് സമദാനി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രിയങ്കരായ സത്യൻ അന്തിക്കാട് തുടങ്ങിയ മഹാന്മാരായ ആളുകളെല്ലാം വന്നിവിടെ സ്നേഹം, സുകുമാർ അഴീക്കാടിനെ പോലുള്ള ആളുകൾ വികാരപരമായി മനുഷ്യനെ മണിക്കൂറുകളോളം കൂടെ കൊണ്ടുപോയൊരു സ്ഥലം കൂടിയാണ് സ്നേഹതീരം. പ്രിയമുള്ള ശ്രീകണ്ഠൻ നായരുമായി 40 വർഷത്തെ വ്യക്തിപരമായ അടുപ്പമുള്ളൊരു ആളാണ്. അദ്ദേഹം കേരളവർമ്മ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് ശേഷം ആകാശവാണി തൃശ്ശൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആകാശവാണി തൃശ്ശൂരിൽ പ്രവർത്തിച്ച കാലത്താണ് യുവവാണിയിൽ എന്നെപ്പോലെയുള്ള ആ കാലത്ത് 40 വർഷം മുമ്പ് ഉള്ള എന്നെപ്പോലെ 23 വയസ്സുണ്ടായിരുന്ന എന്നെപ്പോലെയുള്ള ആളുകളെ യുവവാണിയിൽ കൊണ്ടുവന്ന് അന്നത്തെ എൻ്റെ ഈ പരിവരുത്ത ശബ്ദം ആകാശവാണി തൃശ്ശൂർ നിലയത്തിലൂടെ യുവവാണിയിലൂടെ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിച്ച അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയ ആളാണ് പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ജന്മഗ്രാമത്തിലേക്ക് ഞാൻ ജനിച്ചു വളർന്നതാണ് ഈ തീരദേശത്തെ മണ്ണ്. ഈ സ്നേഹതീരമെന്ന നാമം തന്നെ എൻ നാവിൽ തുമ്പിൽ നിന്നും ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെയാണ് ഈ പേര് തന്നെ നിർദ്ദേശിക്കപ്പെട്ടത്. ഈ പ്രോജക്റ്റിൻ്റെ ശില്പിയാവാൻ അവസരമുണ്ടായത് ഞാനിവിടെ ജനപ്രതിയായിരുന്ന കാലത്താണ്. ഇതേ സ്ഥലത്താണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി 46 കൊല്ലം മുമ്പ് ഈ വാർഡിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്. അതുകൊണ്ട് ഭയങ്കര വൈകാരികമാണ് ഇവിടെ വരുമ്പോൾ. ഞാൻ പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർക്ക് ഹാർദമായ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ ഈദ് ദിനത്തിൽ ഹാർദമായ സ്വാഗതം നൽകുകയാണ്. കേരളം മാത്രമല്ല, ഇന്ത്യയിൽ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ലഹരിയും അക്രമവും എന്നുള്ളത്. നമ്മുടെ എല്ലാവരും മനസ്സിനകത്ത് വലിയ ആദിയാണ്. നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മാതാപിതാക്കളായ ആളുകൾ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുന്നത് വരെ അവരുടെ മനസ്സിലുണ്ടാകുന്ന വ്യഥ എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ഈ തൊട്ടടുത്ത് സ്നേഹതീരത്തിന് ഏതാനും മീറ്ററുകൾ അപ്പുറത്താണ് ഭർത്താവ് ഭാര്യയെ ക്രൂരമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്, ലഹരിക്ക് അടിമയായി. നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ തൊട്ട് കാണിക്കാവുന്ന അത്തരം നിരവധി അനുഭവങ്ങൾ ഉണ്ട്. അധ്യാപകരായ ആളുകൾ പലരോടും നമ്മളോട് പറയുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും കോളേജ് ക്യാമ്പസുകളിലും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ആധിക്യത്തിൻ്റെ, അത് ലഹരി എന്ന് പറയുമ്പോൾ മദ്യമായാലും മയക്കുമരുന്നായാലും അതിലെല്ലാം വിടും. ആദ്യം ഒരുപക്ഷെ ലൈറ്റ് ലഹരിയിൽ തുടങ്ങി, മദ്യത്തിൽ തുടങ്ങി, പിന്നെ അത് എത്തിച്ചേരുന്നതെല്ലാം ഈ വലിയ മയക്കുമരുന്നിലേക്കാണ്. കാലം അത് നമ്മളെല്ലാവരും പേടിപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ആ ഭയപ്പെടുത്തുന്ന കാലത്ത് സമൂഹത്തിൻ്റെ കൂടെ ഒന്നിച്ചു നിൽക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള മാധ്യമരംഗത്തെ 40 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു യാത്രയ്ക്ക് പുറപ്പെട്ട ശ്രീകണ്ഠൻ നായരെയും 24-നെയും പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ മൈക്ക് കൈമാറുകയാണ്. കേരളം ഒന്നിച്ചു നിൽക്കേണ്ട ഒന്നാണ്. ഇവിടെ അതിർത്തികളില്ല. കൊടിയടയാളങ്ങളൊക്കെ വ്യത്യസ്തമുണ്ടാകും. ആശയങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടാകും. ആശയങ്ങൾ തമ്മിലും കൊടിയടയാളങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ സ്വാഭാവികമാണ്, അതുണ്ടാകുക വേണം. അതിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ രാജ്യം ആഗ്രഹിക്കുന്നത്, നാട് ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വിപത്തിനെതിരെയുള്ള എല്ലാവരുടെയും ഒരുമയാണ്. നമുക്കൊന്നിക്കാം. നമ്മുടെ അഭിമാനമാണ് ഈ പിറന്ന മണ്ണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ് മഹാനായ വള്ളത്തോൾ നമ്മളെ പാടി ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. കേരളം അങ്ങനെ നമ്മുടെ അഭിമാനകരമായ ഈ നമ്മുടെ മണ്ണ്, ഈ മണ്ണിൽ ഇനിയും ലഹരിയും അക്രമവും മനുഷ്യനെ കീഴടക്കപ്പെടുന്ന രീതിയിലാകാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള എല്ലാ ദൗത്യങ്ങൾക്കും മലയാളിയുടെ ഹൃദയം കൂടെ ഉണ്ടാകും. ശ്രീകണ്ഠൻ നായർ അങ്ങ് തനിച്ചല്ല, അങ്ങയുടെ 24 തനിച്ചല്ല. ഇതൊരു അങ്ങനൊരു വ്യക്തിയായി അല്ല, അങ്ങനെ 24 എന്ന് പറഞ്ഞ ഒരു മാധ്യമമായിട്ടല്ല. ഇത് മലയാളിയുടെ മനസ്സിൻ്റെ വൈകാരികതയും അവൻ്റെ ജീവിതത്തിൻ്റെ ഹാർട്ട് ടച്ചാണ് എന്നുകൂടി അങ്ങയോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളുണ്ട് കൂടെ, നമ്മളുണ്ട് കൂടെ, മലയാളി കൂടെയുണ്ട്. കേരളം ലോകത്തിന് അഭിമാനമാണ്. സാക്ഷരതയിൽ നമ്മൾ ഒന്നാമതാണ്, സാമൂഹ്യ പ്രതിബദ്ധതയിൽ നമ്മൾ ഒന്നാമതാണ്, രാഷ്ട്രീയ ചിന്തകളിൽ നമ്മൾ ഒന്നാമതാണ്, സാമൂഹ്യ സുരക്ഷിതത്തിൽ നമ്മൾ ഒന്നാമതാണ്. ലഹരിയിലും പഞ്ചാബിനെ നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന സങ്കടം നമ്മുടെ മനസ്സിലുണ്ട്. അത് തിരിച്ചു പിടിക്കും. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിന് ഈ SKയുടെ കൂടെയും 24-ൻ്റെ കൂടെയും ഒപ്പമുണ്ട്. കേരളം ഒന്നിച്ചു നിൽക്കും എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി സ്വന്തം ഈ തീര മണ്ണിലേക്ക് SKക്ക് ശ്രീകണ്ഠൻ നായർക്ക്
ഹാർദമായ സ്വാഗതം. തളിക്കുളത്തിന്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിതയെ അടുത്തായി ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാസമായി മാർച്ച് ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലായി ശ്രീകണ്ഠൻ നായർ 40 എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ രംഗത്ത് അല്ലെങ്കിൽ പൊതുരംഗത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന വിപത്ത്. ലഹരി എന്ന വാക്ക് വിപത്തല്ല എന്ന് തോന്നുന്നു അല്ലേ സാറേ? ലഹരി എന്ന വാക്ക് വിപത്തല്ല. ലഹരി എന്ന വാക്ക് ഒരിക്കലും വിപത്തല്ല. പക്ഷെ നമ്മൾ ഇന്ന് ആ വിപത്തിനോട് കൂടി ലഹരി എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുകയാണ്. ലഹരി എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്നേഹത്തിനെയും നമ്മൾ ലഹരി എന്ന് പറയാം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള മയക്കുമരുന്ന് അത്തരത്തിലുള്ള വാക്കുകളോട് കൂടിയാണ് നമ്മൾ ലഹരി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ലഹരി എന്ന വാക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം പഴയകാലം മുതൽ തന്നെ ലഹരി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അളവുകളിലുള്ള മാറ്റങ്ങൾ മുറുക്കാനാണെന്നുണ്ടെങ്കിലും അതിനുശേഷം എന്താ പറയുക ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റു പല രീതിയിലും മയക്കുമരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് മണത്താൽ പോലും അല്ലെങ്കിൽ കണ്ടാൽ പോലും അടുത്ത് ചെന്നാൽ പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള MDMA പോലെയുള്ള മയക്കുമരുന്നുകളാണ് ഇന്ന് ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശ്രീകണ്ഠൻ നായർ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട ഇത്രയധികം ജനങ്ങൾ സ്നേഹതീരത്ത് വന്നിട്ടും ഇന്ന് പോകാതെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 24 എന്ന ചാനലിലൂടെ ഇദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഇത് അറിയിക്കാനുള്ളൊരു സംവിധാനം ചെയ്താൽ പോലും ഇത്രത്തോളം ഒരു ആക്സെപ്റ്റൻസ് അംഗീകാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം MDMA പോലെയുള്ള ലഹരി നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്നുള്ളത് പോലും തിരിച്ചറിയാതെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? ആ ലഹരി നമുക്കറിയാം ഇന്ന് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പല നിയമങ്ങളും ആ നിയമങ്ങളിൽ ഗവൺമെൻറ് തന്നെ സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും എല്ലാ തലത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ചെറിയ അളവിലുള്ള ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ആ ലഹരി ഒരിക്കലും അതൊരു എന്താ പറയുക ചെറിയ അളവിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവരെ പോലീസിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലഹരിയിൽ യാതൊരു തരത്തിലുള്ള മാറ്റം വരുത്താനും നമ്മൾക്ക് സാധിക്കില്ല. കാരണം നമ്മളെക്കാൾ കൂടുതൽ ഇത് ഉപയോഗിക്കുന്ന യുവതലമുറയ്ക്ക് അത് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ചെറിയ അളവുണ്ടെങ്കിൽ കൂടി അതിനെ പിടിച്ചെടുക്കാനും അവരെ നിയമപരമായിട്ട് അവർക്കെതിരെ മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥ നിയമതലത്തിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഒരു പഞ്ചായത്തിൻ്റെ എന്താ പറയുക പ്രഥമ പൗരൻ എന്നോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും പ്രതിനിധികളാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് എല്ലാവിധ ഇന്ന് ഭരണത്തിലിരിക്കുന്ന അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ തലത്തിൽപ്പെട്ട ആളുകളും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പഞ്ചായത്ത് തലത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇത് രാഷ്ട്രീയത്തിന് ഉപരി ഇവിടെ പ്രതാപേട്ടൻ അല്ലെങ്കിൽ MLA CC മുകുന്ദേട്ടൻ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. ഇവിടെ നമ്മൾ ഏതൊരു കാര്യത്തിന് ഒപ്പം നിന്നില്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും വരുന്ന തലമുറയെ രക്ഷിക്കാനുള്ളൊരവസ്ഥ നമ്മൾക്കിതുവഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീകണ്ഠൻ നായർ ഇദ്ദേഹത്തെ 40 വർഷം പിന്നിടുന്ന താങ്കളുടെ ഈ പ്രയാണം തളിക്കുളത്തെത്തി ഞങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കും അതൊരു ആവേശമായി മാറുന്നതിന് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർച്ചയായി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുമെന്നൊരു ഉറപ്പുകൂടി നൽകിക്കൊണ്ട് 40 വർഷം തികയുന്നിടുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ബഗീഷ് കൂരാടനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ നമ്മുടെ ശ്രീകണ്ഠൻ നായരെ ആത്മാർത്ഥമായി ഈ നാടിനു വേണ്ടി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഇത്ര നാളും നമ്മൾ ലഹരിക്കെതിരെ പൊരുതണമെന്നും ലഹരിക്കെതിരെ പ്രവർത്തിക്കണമെന്നും അവബോധം സൃഷ്ടിക്കണമെന്നും പറയുമ്പോഴും അതിനെതിരെ
പോരാടാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു മനുഷ്യനാണ് ശ്രീകണ്ഠൻ നായർ. അതുകൊണ്ട് ചാനലുകളിലിരുന്ന് പ്രസംഗം മാത്രമല്ല പ്രവൃത്തിയും ചെയ്യാമെന്ന് നമ്മൾക്ക് കാണിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ വീണ്ടും വീണ്ടും ഞാൻ ഈ നാടിനും യുവതയ്ക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഇന്ന് കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ രാസലഹരി അത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഭാരതത്തിൻ്റെ ഇനിയുള്ള കാലത്തിൻ്റെയും ഇപ്പോഴത്തെയും ശക്തിയായിട്ടുള്ള യുവജനങ്ങളെയാണ്. ആ യുവജനങ്ങളുടെ നാശത്തിലൂടെ ഭാരതത്തിൻ്റെ തന്നെ സ്വപ്നങ്ങളും കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും കുടുംബ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാതും താറുമാറാക്കാനുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് ഈ ഡ്രഗ് മാഫിയ കടന്നു പോകുന്നത്. അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായും സാമൂഹികപരമായും നമ്മളുടെ കടമയാണ്. നമ്മളുടെ സമൂഹത്തിലും നമ്മളുടെ കുടുംബത്തിലും നമ്മൾ വ്യക്തമായ കണ്ണുകളോടെ ശ്രദ്ധിക്കണം. കാരണം മദ്യപാനിയെയും മറ്റുള്ളവരെയും തിരിച്ചറിയാം. ഒരുപക്ഷേ ഈ MDMA പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്നവരെ സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയുമായി മുന്നിട്ടിറങ്ങിയ ശ്രീകണ്ഠൻ നായർക്കും അദ്ദേഹത്തിൻ്റെ 24 ചാനലിനും എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ പിന്തുണയും നമ്മൾ ഒരുമിച്ച് നൽകുമെന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ചാനലിലെ തന്നെ അവതാരകരായ എസ് വിജയകുമാറും PP ജെയിംസും അതുപോലെ പ്രവിതാലക്ഷ്മിയും കൂടി എത്തിയിട്ടുണ്ട്. അവരും രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ തിരുവനന്തപുരം നിന്ന് ആരംഭിച്ച ഒരു യാത്രയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു തത്സമയ അഭിമുഖം സംപ്രേഷണം ചെയ്ത് നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണിത്. VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പരിപാടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, ശബ്ദമൊക്കെ ആണ്ട് പോയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒരു കാഷ്വാലിറ്റി അതിനകത്ത്. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന പരിപാടിയായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊക്കെ ഈ AC മുറിയിലിരുന്ന് ഇവരുടെയൊക്കെ വാർത്തകൾ വായിച്ച് തള്ളിവിടുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർക്കൊക്കെ വെയിൽ കൊണ്ടാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മൾ പുല്ലൂർ തൂക്കുപാലത്തിൽ നിന്ന് ഞാൻ ഈ മദ്യവിരുദ്ധ ലഹരി മരുന്ന് വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അവിടെ ചൂട് 39 ഡിഗ്രിയാണ്. വെള്ളക്കാരനുണ്ടാക്കിയ തൂക്കുപാലത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ സൂര്യൻ കത്തിക്കാളി വെയിലിറങ്ങുക. അപ്പോൾ എനിക്ക് മനസ്സുകൊണ്ടൊരു കാര്യം മനസ്സിലായി, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർക്ക് പറ്റുന്ന പണി തന്നെയാണ് ഇത്. നമ്മളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നാശമായി പോകും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ദിവസം ഞാൻ രാവിലെ, നിങ്ങൾക്കറിയാം 7 മണിക്ക് മോർണിംഗ് ഷോ വരാറുണ്ട്. വീട്ടമ്മമാരൊക്കെ അവർ രാവിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നതിനിടയിൽ എന്നെയും കൂടെയൊക്കെ സഹകരിപ്പിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ആളുകൾ രാവിലെ ചായയുടെ എന്ന് പറയുമ്പം പത്രം വായിക്കുന്നതിനിടയിൽ ഓൺ ചെയ്ത് വെക്കുന്ന ചാനലും ചിലപ്പോൾ മോർണിംഗ് ഷോയിലൂടെ ആയിരിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇന്ന് ഒരു കൊലപാതകവും വായിക്കേണ്ടി വരില്ലേ എന്ന് ആഗ്രഹിച്ച് ഇടത്തും വലതും കാലെടുത്ത് 2 കാലോട് എടുത്ത് വെച്ച് ജമ്പ് ചെയ്ത് സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലോട്ട് കയറി. അന്ന് 14 കൊലപാതകം വായിച്ചു. 3.5 മണിക്കൂർ ദൈർഘ്യത്തിനിടയിൽ 14 കൊലപാതകം വായിച്ചത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കെട്ടാലറയ്ക്കുന്ന പാതകങ്ങളാണ്. പെറ്റമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റി, അത് അല്ലെങ്കിൽ ഉറക്കി കിടന്ന പിതാവിനെ കഴുത്തിയരിച്ച് കൊലപ്പെടുത്തി, അതുപോലെ സ്വന്തം മകൻ അമ്മയെ വേറെ രീതിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ. ഈ അടുത്തിടെ ഒരു വാർത്ത കൂടി സംഭവിച്ചു. നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം ഒരു കിടപ്പ് രോഗിയായ ഒരു അമ്മയെ പീഡിപ്പിക്കാൻ ഒരു മകൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വായിക്കേറി പൊത്തി. ആ വാർത്ത വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ അടുത്തിടെ ഒരു അമ്മ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. അതായത് 10-11 വയസ്സുള്ള ഒരു പയ്യൻസ് അവരുടെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ അവരെ സ്പർശിക്കുന്ന രീതിക്ക് വ്യത്യാസം വന്നു എന്ന് സംശയം തോന്നുന്നു. വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മകൻ രാത്രി നേരം മടങ്ങി വരുമ്പോൾ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. കാര്യം കൊലക്കത്തിയുമായിട്ട് കയറി വരുമോ, മറ്റെന്തെങ്കിലും ആഗ്രഹത്തോടെ വരികയാണോ? ഇതൊക്കെ അമ്മമാർക്ക് വല്ലാത്ത പേടിയുണ്ടായിരിക്കുന്ന, ഭീതി ഉണ്ടായിരിക്കുന്ന ഒരു ആസുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈ യാത്രക്കിടയിൽ ആറന്മുളയിലെ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഒരമ്മ ആകാശം കേൾക്കെ വിളിച്ചു പറയുകയായിരുന്നു,
ഇങ്ങനെ ഈ നാട് നേരിടുന്ന ഇന്നത്തെ പ്രശ്നങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഈ യാത്ര തിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇത് അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, കാര്യമായ സംഭവമൊന്നുമില്ല, വാർത്താ ചാനലുകൾ ഇത് പൊലിപ്പിക്കുകയാണ് എന്നൊക്കെ എനിക്ക് തോന്നി. എന്നാൽ ഈ യാത്ര കൊല്ലത്തെത്തുകയും പത്തനംതിട്ട ജില്ലയിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ ഒരു സത്യം വേദനയോടെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഏതെങ്കിലും ഒരു മാരക ലഹരിക്ക് അടിമയാകാത്ത ഒരാളുമില്ല, പ്രത്യേകിച്ച് കുട്ടികളിൽ. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 600 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% കുട്ടികൾ പേരും 18 വയസ്സ് തികയാത്തവരാണ്. അതിൽ 10-12% പെൺകുട്ടികളുമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. പാറശാലയ്ക്കടുത്ത് ഞങ്ങളൊരു പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ കൂളെന്ന് പറയുന്നൊരു മിഠായി ഉണ്ട്, ലഹരി മിക്സ് ചെയ്ത മിഠായി. ഞാൻ വിചാരിച്ചത് പാറശാല കാക്കനാട് ഭാഗത്ത് കാട്ടാക്കട ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തുമ്പോഴും തിരുവല്ലയിൽ എത്തുമ്പോഴും ഒക്കെ അവിടുത്തെ പള്ളിക്കൂടം വരാന്തയിൽ അപരിചിതരായ ആൾക്കാർ കോൾ മിഠായി വിൽക്കുന്നു. സംസ്ഥാനത്തുടനീളം ഇങ്ങനൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മളിത് തടയണം? അത് വളരെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ ജാതിമത പരിഗണനകളോ ഒന്നുമില്ല. കേരളം എന്ന് പറയുന്ന ഈ പുണ്യ മണ്ണ്, നമുക്ക് പിറന്ന മണ്ണ് നശിച്ചു പോകാനും നമ്മുടെ സാമൂഹിക ജീവിതം അപകടത്തിലേക്ക് പോകാനുമൊക്കെ സാധ്യതയുള്ള മാരകമായ സിന്തറ്റിക് ലഹരികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു 500 ഗ്രാം MDMA പിടിച്ചത്. യഥാർത്ഥത്തിൽ നഖത്തിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു തരി മതി ഒരാൾക്ക് ഫിറ്റാകാൻ. സിന്തറ്റിക് ലഹരി കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കയറുന്ന ഒരാളിനെ നിങ്ങൾക്ക് ഗന്ധം വെച്ച് തിരിച്ചറിയാനൊന്നും കഴിയില്ല. വെള്ളമടിച്ച് വീട്ടിൽ പൂസായി കയറി വരുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ MDMA ഉപയോഗിച്ച് കയറി വരുന്ന മകനെ മനസ്സിലാകില്ല. ഇന്ന് നമുക്കറിയാം, ഈ കോവിഡ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ 2ആയി വെട്ടിമുറിച്ചു. കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും. കോവിഡിന് പിമ്പ് 2021 20 മാസക്കാലം കോവിഡ് അനുഭവിച്ചവരാണ് നമ്മൾ. 2021 ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഈ സിന്തറ്റിക് ലഹരികൾ, രാസലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വന്നു. ആദ്യ വർഷം 600 ആയിരുന്നെങ്കിൽ അടുത്ത വർഷം അത് 1300 ആകുന്നു. തൊട്ടടുത്ത വർഷം 2000 ആകുന്നു. ഇപ്പോൾ 30,000-ഓളമാണെന്ന് അനൗദ്യോഗിക കണക്കുകൾ നമ്മളോട് വിളിച്ചു പറയുന്നു. ഇതിൽ കുട്ടികളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും MDMA എന്ന മാരക ലഹരിക്ക് വിധേയമാണ് എന്ന യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ യാത്ര എങ്ങോട്ടാണ് നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, മനോരോഗം ബാധിച്ച ഒരാളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾക്കറിയില്ല. അയാളുടെ മനോനില അപ്പാടെ തകർന്നു പോയതാണ്. ഇതേ അവസ്ഥ, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ് ഒരു രാസലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടാകും. കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, അതല്ലെങ്കിൽ MDMA ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പിടിവിട്ടു പോകും. അവർക്ക് അമ്മയും പെങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഈ തൊട്ടെതിരെ നിൽക്കുന്ന ആളിനോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒറ്റ ആഗ്രഹം അവർക്കുള്ളൂ. കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ കയറി കുത്തും. അപ്പോൾ നമുക്കറിയേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്നത് എൻ്റെ മക്കളെല്ലാം നല്ല ആൾക്കാരാണ്, അവർക്ക് അസുഖമൊന്നുമില്ല, അവരെ ഞാൻ നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വരട്ടെ. നിങ്ങൾ പൊതുരംഗത്തിറങ്ങി നടക്കുന്നവരല്ലേ, രാജവീതിയിലൂടെ, മെയിൻ റോഡിലൂടെ, ഹൈവേയിലൂടെ ഒക്കെ നിങ്ങൾ എരച്ചു പായുമ്പോൾ കാണുന്ന ഒരു പയ്യനോട് നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ മതി, അവൻ കത്തിയെടുത്ത് കുത്തിക്കളയും. കാര്യം ചിലപ്പോൾ അവൻ MDMA ലഹരിയിൽ നടക്കുന്നവനാകണം. നമ്മുടെ മാത്രമല്ല, ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയി ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ രാസലഹരി. ഇപ്പോൾ രാസലഹരി ഒരു ഹരമായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. വളരെ താമസിച്ചു പോയി നമ്മൾ ഇതിനെതിരെ നമ്മൾ പോരാടാൻ. ഇപ്പോൾ എനിക്ക് ഇത്ര ഒരു 6-7 ജില്ലകൾ നമ്മൾ പിന്തുടർന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കുറച്ചധികം ലേറ്റായി. പക്ഷേ നമ്മൾ ലേറ്റായതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാര്യം ഒരു സർക്കാരോ ഒരു പ്രതിപക്ഷമോ മാത്രം വിചാരിച്ചാൽ തീരുന്ന കാര്യമല്ല ഇത്. ഒരു ജനസമൂഹം, ഒരു അധ്യാപക സമൂഹം, വീട്ടുകാർ, യുവജന സംഘടനകൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. നമുക്ക് ഏറ്റവും അപകടകരമായി, നിങ്ങൾ എപ്പോഴെങ്കിലും അഡിക്ഷൻ സെൻ്ററുകളിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ഈ ഞാനിവിടെ ചില ഇവരെ രോഗികൾ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ ശരിക്കും പേഷ്യൻസാണ് അവർ. ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചില സിംറ്റംസ് ഞാൻ പറയാം. അവരുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കത്തില്ല, കണ്ണെടുക്കും. അവരുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരും, ഉന്തിയ കണ്ണുകൾ, പ്രകൃതിയും ആകൃതിയും തെറ്റിപ്പോയ ശരീരം, ഒട്ടി വലിഞ്ഞ് കോലം കെട്ട് അവരില്ലാതാകും. അവരാരെയും ഭയക്കുന്ന രീതിയിലുള്ള പ്രകൃതമായിരിക്കും അവർ കാണിക്കുക. അപ്പോൾ ഇത്
കഴിക്കാൻ താല്പര്യമുള്ള ആളുകളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ രാസലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, 85-90 വർഷക്കാലം ഈ മണ്ണിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുസ് 7 കൊല്ലമായി ചുരുക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ഒട്ടി വലിഞ്ഞ് ആകൃതി തെറ്റി ഹാലുസിനേഷൻ, ഒരു വല്ലാത്ത വിചിത്രമായ സ്വപ്നങ്ങൾ കാണുന്ന മാരകാവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മൂക്കുകുത്തി വീഴാൻ ഒരുപാട് സമയം വേണ്ട. 8-10 തവണ ഈ മാരക ലഹരിക്ക് നിങ്ങൾ അടിമയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ വലിയ പാടായിരിക്കും. അപ്പം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ മണ്ണിൽ കിട്ടിയ ഈ സൗന്ദര്യം നിറഞ്ഞ ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഈ ജീവിതം കൈ തണ്ടയിൽ വെച്ച് നമ്മൾ കശക്കേറിയണോ? അമ്മയോടും നമ്മുടെ ഉമ്മയോടും നമ്മുടെ അപ്പച്ചനോടുമൊക്കെ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് സ്നേഹാതിരാഗത്തോടെ വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം തട്ടിത്തെറിപ്പിച്ച് മതോന്മത്തനായി ഉന്മാദ ലഹരിയിൽ തകർന്ന് 7-8 കൊല്ലം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് തീർക്കണോ? ചെറിയൊരു കാലമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു അക്രമി സംഘത്തിൻ്റെ മുനമ്പിലേക്കാണോ നിങ്ങളുടെ യാത്ര? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഈ ധന്യ ജീവിതം എന്തിനാണ് നിങ്ങൾ തട്ടിയെറിയുന്നത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ തുറക്കേണ്ട അവസ്ഥ വരും കേരളത്തിൽ. അത്ര കൂടുതൽ ആളുകൾ പെരുകുന്നു. കാരണം ഈ കുട്ടികളോട് എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കലാരംഗത്തും സിനിമയിലും ടെലിവിഷനിലും ഒക്കെ പ്രവർത്തിക്കുന്ന പല ആളുകളും ഇന്ന് കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അവർ പല ആളുകളും കഞ്ചാവ് അടിക്കുന്നവരാണ്. അവരോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ. എന്നോട് മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ കഞ്ചാവ് അവനൊരു സ്വഭാവമാക്കി മാറ്റിയപ്പോൾ, നമ്മുടെയൊക്കെ കൈവെള്ളയിൽ വളർന്ന ഒരു നടനാണ് അയാൾ. അയാളോട് ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കഞ്ചാവ് അടിച്ച് നശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഈ കഞ്ചാവ് അടിച്ചിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ പെട്ടെന്നങ്ങ് വികസിക്കും. മാത്രമല്ല എൻ്റെ അഭിനയ സാധ്യത മുഴുവൻ എനിക്ക് പുറത്തെടുക്കാൻ കഴിയും. ലോകത്തൊരു പരീക്ഷണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഈ പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്. നിങ്ങൾ വിദഗ്ധന്മാരായ ഡോക്ടേഴ്സിനോടോ ഗവേഷകരോടോ ചോദിച്ചു നോക്കുക. ലോകത്ത് കഞ്ചാവ് നിയമപരമായി നടപ്പാക്കിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ ഗ്വാട്ടിമാല പോലുള്ള രാജ്യങ്ങളിൽ ഇത് നിയമമാണ്. അവിടെ കഞ്ചാവ് ആർക്കും ഉപയോഗിക്കാം. എന്നാൽ എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യം ലാറ്റിൻ അമേരിക്കയിലുണ്ട്. ആ രാജ്യം കഞ്ചാവ് തന്നെ നിരോധിച്ച് പൂർണ്ണമായി മര്യാദരാമന്മാരായി മാറി. അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് നിയമപരമാണ്. എന്നാൽ കഞ്ചാവ് അടിക്കുന്ന ആളിന് കിട്ടാൻ പോകുന്ന സാധ്യത ഞാൻ പറയാം. എന്തെങ്കിലും ഒരു മാരക രോഗം ഈ കഞ്ചാവ് അടിച്ച് നടക്കുന്ന മനുഷ്യനെ ബാധിച്ചാൽ അയാളിലേക്ക് ഒരു ഇംഗ്ലീഷ് മരുന്ന് ഏക്കാതെ വരും. ഡോക്ടർമാർ പരാജയപ്പെടും. അകാലത്തിലേക്ക് മരണത്തിലേക്ക് അയാൾ നടന്നു പോകും. അതായിരിക്കും ആ റിസൾട്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കഞ്ചാവിനേക്കാളും അതിഭീകരമാണ് ഈ രാസലഹരി എന്ന് പറയുന്നത്. മാത്രമല്ല, നമുക്ക് ഈ ഹോമിസൈഡൽ മാനിയ, അതായത് കൊലപാതകത്തോട് പ്രണയം തോന്നുന്ന മാരകമായ മനോരോഗ നിലയുണ്ട്. ഒരു ഭ്രാന്താണത്. ഇതേപോലുള്ള മനോരോഗ നിലയിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ ചെന്ന് വീഴുന്ന അസാധാരണമായ സാഹചര്യമാണ് ഈ രാസലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്തിടെ ഒരു ക്യാമ്പസിൽ പോയപ്പോൾ ഒരു കുട്ടിയെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ കുട്ടി വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ചു പോരുമ്പോൾ പ്രിൻസിപ്പലോട് ചെവിയിൽ പറഞ്ഞു, ഈ കുട്ടിയെ പരിശോധിപ്പിക്കണം, കാരണം അവൻ സിന്തറ്റിക് ലഹരി കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ഞാനൊരു കോളേജിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൽ എന്നോട് പറയുക, അങ്ങ് ദൂരെ കാണുന്നില്ലേ ഒരു 17 പേര്, ആ 17 പേരും MDMAക്ക് അഡിക്റ്റ് ആണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതിൽ 7 പെൺകുട്ടികളുമുണ്ട്. ഈ പെൺകുട്ടികളുമെല്ലാം ഞാനിവിടെ വന്നതുകൊണ്ട് വളരെ ദൂരെ നിന്ന് ഈ പ്രസംഗം കേൾക്കുകയാണ്. ശാസ്താംകോട്ട DB കോളേജ് നിങ്ങൾക്കറിയാം, ദേവസ്വം ബോർഡിൻ്റെ ഒരു കോളേജാണ്. ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ മുളങ്കാട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ്. നമ്മുടെ ഈ സ്നേഹതീരം പോലെ കണ്ടാൽ നമുക്ക് ആകർഷണം തോന്നും. ആ കോളേജിൻ്റെ പടി കയറിയപ്പോഴാണ് ഈ മുളങ്കാട് ഞാൻ കണ്ടത്. വയലാറിൻ്റെ മുളങ്കാട് എന്നുള്ള കവിത വായിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് മുളങ്കാടെന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് കയറണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് കയറി. നമ്മുടെ വാർത്താ സംഘം അങ്ങോട്ട് കയറി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏതോ ഒരു പ്രൊഫസറുടെ ഒരു ദൃശ്യബോധത്തിൽ പിറന്നു വീണ ഒരു സാധനമാണ് മുളങ്കാട്. നമുക്ക് എങ്ങോട്ട് വെച്ചാലും ക്യാമറയിൽ നല്ല സൗന്ദര്യമുള്ള ഫ്രെയിമുകൾ കിട്ടുന്ന ഒരു മുളങ്കാട്. അതിൻ്റെ ഉള്ളിലേക്ക് നടന്നപ്പോൾ സ്ഥലവാസിയായ ഒരു മനുഷ്യൻ ബാക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ സാറേ മുളങ്കാടൊക്കെ കൊള്ളാം, നല്ല സൗന്ദര്യം, പക്ഷേ ഇവിടെ കംപ്ലീറ്റ് MDMA കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ സംഭവം ഇപ്പോൾ ഏതാണ്ട് അവർ വരാൻ സമയമായി എന്ന് പറഞ്ഞു. അപ്പോൾ മുന്നിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിന് അപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നേ കയറി നടക്കുകയായിരുന്നു. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു, ഇന്ന് അവർ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് SKN ഇറങ്ങിയെന്ന് ഒരു വാട്സപ്പിൽ സന്ദേശങ്ങൾ എല്ലാവരും അയച്ചിട്ടുണ്ട്. SKN ഇറങ്ങി അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകണ്ടെന്ന്.
അപ്പം ഞാനവിടെ ചെന്നുകൊണ്ട് മാത്രം ഒരു ദിവസം അവരുടെ ലഹരി അവിടെ നുരപൊന്തിയില്ല. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പം അതിഭീകരമായ സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ഞാൻ സംസാരിച്ചു, ഞങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചു, അവിടുത്തെ SHO ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങയുടെ മൂക്കിന് കീഴിൽ അങ്ങേക്കിപ്പോൾ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എവിടെ കടന്നു ചെല്ലാനും പോലീസിന് അധികാരം കൊടുത്തിരിക്കുകയാണ്. ഏത് ഹോസ്റ്റലുകൾ വേണമെങ്കിലും പരിശോധിക്കാം. ഒരു പ്രിൻസിപ്പലിൻ്റെയും അനുമതി വേണ്ട. ഏത് സ്ഥാപനത്തിലേക്കും ഈ രാസലഹരി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഏത് എക്സൈസ് ഉദ്യോഗസ്ഥനും പോലീസുകാരനും ഇപ്പോൾ അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അധികാരം ഇത്ര കൈ കിട്ടിയിട്ടും നിങ്ങളിടുന്ന ഈ യൂണിഫോമിനോട് നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ആത്മബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മുളങ്കാട്ടിലെ ഈ പാഴ് നിലാവുകളെ അടിച്ച് പുറത്താക്കുന്നില്ല? ഈ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ പോലും അവിടെ വരാറുണ്ട്. DB കോളേജിലെ ചെറിയ കുട്ടികൾ, ചില കുട്ടികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നവരാണ്. ഈ സ്ഥലത്ത് നമുക്ക് മനസ്സിലായി. എന്നാൽ നമ്മളവിടെ കുറച്ച് ബോർഡും സൈൻ ബോർഡും ഒക്കെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100 ബോർഡ് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഞെട്ടിക്കുന്നൊരു കാര്യം ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ശാസ്താംകോട്ടയിലെ മനോഹരമായ ശുദ്ധജല തടാകം, അവിടെ ശുദ്ധജലം വിതരണം ചെയ്യുന്ന ആ തടാകത്തിൻ്റെ അരികിലാണ് ഈ മുളങ്കാട്. ഈ മുളങ്കാട് ചെന്നിറങ്ങിയാൽ താഴെ വീഴുന്നത് ഈ കായലിലേക്കാണ്. അപ്പോൾ കുട്ടികളെയും കാണാൻ ഓടിച്ച് ഏതെങ്കിലും ഒരു കുട്ടി കായലിൽ വീണൊരു അത്യാഹിതം ഉണ്ടായാൽ പിന്നെ എൻ്റെ തലയിൽ തൊപ്പി കാണുമോ സാറേ എന്ന് ചോദിച്ചു. കാണത്തില്ല, നമ്മൾ വിടത്തില്ല. നമ്മുടെ വാർത്താ ചാനലൊക്കെ കയറി മെഴുകും അയാളെ. ആ പോലീസ് ഓഫീസറുടെ ജീവിതം അതോടെ അവസാനിക്കും. ഇന്നത്തെ കാലത്തെ വാർത്താ മാധ്യമങ്ങളും ഈ ഓൺലൈൻ മാധ്യമങ്ങളും കൊണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം അറിയണം. കാർഗിൻ്റെ മലമുടിയിലിരുന്ന് ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ പട്ടാളക്കാരെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടപ്പോൾ അവരവിടെ പാകിസ്ഥാൻകാർ ഇരുന്നോട്ട്, ഞങ്ങളിനി അങ്ങോട്ട് കയറുന്നില്ല, നമ്മൾ തീരുമാനിച്ചില്ല. ഒരുപാട് സീനിയറായിട്ടുള്ള നമ്മുടെ ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിട്ട് ആ മലമുടിയിലേക്ക് അവർ കയറിപ്പോയി. അവസാനം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ബ്ലാങ്കറ്റ് ബോംബിങ്ങിലൂടെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി നമ്മൾ കാർഗിൽ തിരിച്ചു പിടിച്ചു. അപ്പോൾ അത്യാഹിതങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഈ നാട്ടിൽ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ ചോദിച്ചു. അവസാനം അദ്ദേഹം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഈ മുളങ്കാടത്തേക്ക് വൃത്തിയാക്കും എന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ വന്നപ്പോൾ നമ്മൾ അടൂരിൽ വന്നപ്പോൾ അവിടെ സെൻറ്റ് മേരീസ് ഒരു സ്കൂളുണ്ട്, ഒരു പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂള്. അതിൻ്റെ ഇടനാഴി നിറച്ച് MDMA വിൽക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളുടെ വരാന്തകളിൽ മുഴുവനും പണമുണ്ടാക്കുമെന്നുള്ള ആർത്തി മൂത്ത് കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ഈ ജില്ലകളെ മുഴുവൻ നമ്മൾ കൈപ്പിടിയിൽ കൊണ്ടുവന്ന് അമ്മമാർ ചൂലെടുക്കുകയും അധ്യാപകർ കയ്യിൽ ചൂരിലെടുക്കുകയും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഈ നാട് പിടിവിട്ടു പോകും. ഇത് ഒരുപക്ഷെ നമുക്ക് ജീവിച്ചു പോകാം. എനിക്കൊക്കെ 65 വയസ്സായി. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ക്രീ അങ്ങ് അപ്പുറം പോവും. നേരെയാണെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പേ പോവും. അപ്പോൾ അതേസമയം ഞാൻ ഭയപ്പെടുന്നത് പുതിയതായി വരുന്ന കുട്ടികൾ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഈ രാസലഹരി, അതിനിപ്പോൾ ഒരു പുതിയ പേരുണ്ടെന്ന് എൻ്റെ ഗവേഷകൻ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൻ്റെ പേരിപ്പോൾ ഹർഷോന്മാദം എന്നാണ്, ഒരു ഇംഗ്ലീഷ് പേരാ, എക്സസി എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് വല്ലാത്ത ഉന്മാദത്തിൻ്റെ അവസ്ഥ ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനം മതി. നഖത്തിൻ്റെ അടി കൊണ്ടുവെക്കാം, മുടിയുടെ അടി കൊണ്ടുവയ്ക്കാം, ചെവിക്കകത്ത് കയറ്റി വെക്കാം. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ആളുകൾ ഇത്തരം സാധനങ്ങൾ മറ്റുള്ള നാടുകളിൽ നിന്ന് കടത്തിക്കൊണ്ടു പോരുന്നത് കർത്താവ് പോലും ഉദ്ദേശിക്കാത്ത മനുഷ്യ ശരീരത്തിൻ്റെ ചില ഭാഗത്ത് വെച്ചാൽ. ഒരാളെ ദൈവം ഉണ്ടാക്കുമ്പോഴേ ഇപ്പോൾ ചെവിയുടെ ഈ കിഴുത്തലിട്ടപ്പം ഈ കിഴുത്തലേക്ക് റോള് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവം. ഇതിനകത്ത് MDMA കയറ്റി വെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. കിഴുത്തലുള്ള സ്ഥലത്തൊക്കെ MDMA കയറ്റി വെച്ചുകൊണ്ട് കയറി വരുന്ന ആൾക്കാരാണ്. കാരണം നമുക്ക് സംസ്ഥാനത്ത് പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് പെൺകുട്ടികളൊക്കെ ഇത് ഇങ്ങനെ വരുന്നത്. മാത്രമല്ല, ഞാനൊരിക്കൽ 24ൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരാളൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. +1 വിദ്യാർത്ഥിനിയാണ്. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു, ഇതുപോലൊരു മിഠായി, ചോക്ലേറ്റിൽ ലഹരി കലർത്തി ഒരു മിഠായി കൊടുത്ത് അവളതിന് അഡിക്റ്റായി അവൾക്ക് രാസലഹരിയിലേക്ക് അവളെ മുഖം പൂഴ്ത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ ഉപയോഗിച്ചു എന്നവൾ പറയുന്നത്. അവളുടെ കൂടെ വന്ന ആൾ പറഞ്ഞു അവൾക്ക് വട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ നരാധമന്മാർ ഈ കുട്ടിയുടെ കുറേ അശ്ലീല ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ ഇത് പോലീസിനോടോ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ദൃശ്യങ്ങൾ മുഴുവനും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് നിൻ്റെ വീട്ടുകാർ മുഴുവൻ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കും എന്നാണ്. ഇങ്ങനെ പറയുന്നവന്മാർക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ വളരെ അപകടം പിടിച്ചതാണ്. ഈ വാട്സപ്പൊക്കെ കണ്ടുപിടിക്കുന്ന ആൾ ജീവിതത്തിൽ ആലോചിക്കാത്ത കാര്യമാണ് അതിനകത്തൂടെ പറയുന്നത്. നമ്മുടെ നാട്ടിലെ 15-14 വയസ്സുള്ള പെൺകുട്ടികളോടൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷനും മറ്റുള്ള വലിയ വലിയ വിദ്യാഭ്യാസം PhD ഒക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നു. നമ്മൾ ശരിക്കും നമ്മുടെ കുട്ടികളെ വല്ലാതെ വിശ്വസിച്ച് നമ്മൾ കോവിഡ് കാലത്ത് മുറിക്കുള്ളിലേക്ക് കടത്തിയിരുത്തി 16-18 മണിക്കൂർ മുറിയടച്ചിരിക്കുന്ന വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് കൈ കൊടുത്തു. വിദേശ നാടുകളിലൊക്കെ സ്മാർട്ട് ഫോണിൻ്റെ പല സൈറ്റുകളും
അപകടം പിടിച്ച സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ കാണാത്ത സൈറ്റുകളൊന്നും അതിൽ അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലങ്ങനെ കടയിൽ കൂടെ കൊണ്ടുപോയി ചക്കര മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ വാങ്ങിച്ചു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താമല്ല, ഫോൺ വാങ്ങിച്ചു കൊടുത്തു, അവൻ്റെ ലോകത്ത് വിലസുന്നു. വീട്ടിൽ പരസ്പരം ഒരു ബന്ധമില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കൂളിൽ പോയി വരുന്ന കുട്ടികളെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മമാരില്ലേ, സ്കൂളിൽ എന്താ നടക്കുന്നതെന്ന് ചോദിക്കണം. ടീച്ചർ എന്ന് സംസാരിച്ചോ, എന്തൊക്കെയാണ് വിവരങ്ങൾ, മക്കളെ നിനക്ക് ഇഷ്ടമായ സ്കൂള്, എല്ലാം ചോദിക്കണം. എന്നിട്ട് നമ്മൾ പലപ്പോഴും കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി തോറ്റോ ജയിച്ചോ എന്നറിയാൻ പോകുക. ഇപ്പോൾ അതും വേണ്ട, നമുക്കിപ്പം വാട്സപ്പിൽ കിട്ടും. നിങ്ങൾ സ്കൂളിൽ പോകണം, ടീച്ചറെ കാണണം, ക്ലാസ് ടീച്ചറോട് സംസാരിക്കണം. പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഏത് വഴിക്കാണ് നമുക്ക് ഒരു പെൺകുട്ടിയുടെ സ്വഭാവം മാറുന്നത് ഏറ്റവും ആദ്യം മനസ്സിലാകുന്നത് അമ്മയ്ക്കും, അത് കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചറിനുമാണ്. അതുകൊണ്ട് അവരോട് പോയി നിങ്ങൾ സംസാരിക്കണം. കാര്യം ഒരു അപകടം പിടിച്ച കാലത്തേക്കാണ് ഈ കുട്ടികളെ നിങ്ങൾ വിടുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, ഏതൊരു അക്രമിക്കും നിങ്ങളുടെ കുട്ടിയെ വഴിതെറ്റിക്കാം. ഇപ്പം ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സംഘത്തിന് കുട്ടികളില്ലെന്ന് കരുതി മറ്റുള്ള കുട്ടികൾ ഈ MDMA കഴിച്ചിട്ട് നഗരത്തിലും നാട്ടുംപുറത്തും ഇറങ്ങി നമ്മുടെ സമാധാനവും നമ്മുടെ സ്വൈര ജീവിതവും അപകടത്തിലാക്കും എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കരുത്. കാലം അത്രയ്ക്ക് മോശമായി തുടങ്ങി. ഇതുകൊണ്ട് നമ്മൾ കുട്ടികളെ നാളെ മുതൽ മര്യാദരാമന്മാരാക്കാം എന്ന് പറഞ്ഞു കളഞ്ഞ് കുട്ടികളെ വളരെ ശാസനാരൂപത്തിൽ നിങ്ങൾ ഡീൽ ചെയ്യരുത്. കാര്യം വളരെ നയതന്ത്രം, ഡിപ്ലോമസി അതിനകത്ത് വേണം. കാര്യം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അവൻ കിണറ്റി ചാടിയാലൊന്ന് ആലോചിച്ച് കളയും. അതുകൊണ്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റണം. അവനെ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ അവൻ ആരോടാണ് കമ്പനി കൂടുന്നത്, ആരുടെ സംഘത്തിലാണ് അവൻ സഞ്ചരിക്കുന്നതെന്നൊക്കെ അമ്മമാർ മനസ്സിലാക്കണം. അമ്മമാരാണ് ശരിക്കും, ഇല്ലെങ്കിൽ ഈ അമ്മമാരുടെ കണ്ണുനീരായിട്ട് ചിലപ്പോൾ ഈ കുട്ടികൾ മാറും. കാരണം ഈ പണം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച MDMA വിൽപ്പനക്കാരൻ അതിന് ആവശ്യമില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ, കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ അവിടെ ഹോസ്റ്റലുകൾ റെയ്ഡ് നടത്തിയപ്പോൾ 2 കിലോ കഞ്ചാവ് കുട്ടികളിൽ നിന്ന് പിടിച്ചു. അത് കുട്ടികൾക്ക് വലിക്കാനായിരുന്നില്ല, അവർ കഞ്ചാവ് പുറത്ത് വിതരണം ചെയ്ത ഏജന്റന്മാരായിരുന്നു. നിങ്ങൾ അറിയണം. കാരണം വാട്സപ്പിൽ അതിൻ്റെ വിവരങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തിരുന്നു. ഇനി കേരളത്തിലെ പല കലാലയങ്ങളിലും പോലീസ് കടന്നു ചെല്ലാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഇതേപോലുള്ള സാധ്യതകളുണ്ട്. കാര്യം പല കോളേജുകളിലേക്കും കടന്നു ചെല്ലാൻ പോലീസ് ഭയന്ന് നിൽക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ഞങ്ങളുടെ പ്രചാരണം ഏറ്റു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായത്, ചില പോലീസ് ഓഫീസേഴ്സ് എന്നോട് തന്നെ തുറന്നു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഞങ്ങളിത് തത്സമയം പലതും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക. SKN40 എന്ന് പറഞ്ഞ് യൂട്യൂബിൽ എക്സ്ക്ലൂസീവായിട്ടൊരു ചാനൽ തന്നെ തുറന്ന് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക, ആൾക്കാരിത് മനസ്സിലാക്കാൻ വേണ്ടി. ഏതാണ്ട് നമ്മുടെ ആകെയുള്ള സംപ്രേഷണത്തിൻ്റെ 30% എയർ ടൈം തന്നെ നമ്മൾ ഈ മദ്യലഹരിക്കും മാഫിയ സംഘത്തിനുമെതിരെ ഇട്ടിരിക്കുകയാണിപ്പോൾ. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾക്കറിയുന്ന പോലെ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയായ ഒരു വാർത്താ സ്ഥാപനം തകർന്ന് തരിപ്പണമാക്കാൻ ഇതിൽ കൂടുതൽ വിഡ്ഢി തീരുമാനം വേണ്ട. പക്ഷേ നമ്മുടെ ആളുകളുണ്ടെങ്കിലല്ലേ ചാനലുള്ളൂ, ജനങ്ങളുണ്ടെങ്കിലല്ലേ ചാനൽ നിൽക്കൂ. അപ്പം നമ്മുടെ ജനങ്ങൾ 24 ഈ വാർത്തകൾ നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു മാരക ലഹരിയിൽ അവൻ അടിപ്പെട്ടു എന്ന് മനസ്സിലായാൽ നിങ്ങളൊരു മനഃശാസ്ത്രജ്ഞനെ കാണണം, ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കണം, ഒരു മനോരോഗ വിദഗ്ധനോട് സംസാരിക്കണം. കാരണം അതൊരു രോഗമായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അതേസമയം മാത്രവുമല്ല, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന വണ്ടികളിലും കടന്നു വരുന്ന ബസ്സുകളിലുമൊക്കെ തന്നെ നിരന്തരമായ റെയ്ഡും പരിശോധനയും വേണം. കുറേ കാലത്തിന് TN പ്രതാപനൊക്കെ അറിയാം, കുറേ കാലം മുമ്പ് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ബുദ്ധിമാന്മാരായ പോലീസ് ഓഫീസേഴ്സ് എന്താണെന്നറിയാമോ ചെയ്തത്? അവർ ആന്ധ്രാപ്രദേശിലേക്കൊക്കെ പോയി, അവിടെ നിന്നായിരുന്നു ഈ സ്പിരിറ്റ് ഇങ്ങനെ കേരളത്തിലേക്ക് കടക്കുന്നത്. അവിടെ പോയിട്ട് ഈ സ്പിരിറ്റ് രാജാക്കന്മാരെ അവർ നേരിട്ട് കണ്ടു. അവൻ്റെ പൊന്നാമരം കോട്ടയിലേക്ക് തന്നെ കടന്നു ചെല്ലാൻ ധൈര്യം കാണിച്ചു നമ്മുടെ ഓഫീസേഴ്സ്. അവരവിടെ ചെന്നിട്ട് പറഞ്ഞു, ദേ നോക്ക്, കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്കുന്നത് ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളണം, അതല്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ ഒന്നുകൂടെ വരും, ഒരു വരവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുപോകും, അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി അകത്തിടുമെന്ന് പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ ആന്ധ്രയിലോ കർണാടകത്തിലോ എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ വിഷയമല്ല, കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. അതെറിച്ചു. പിന്നീട് സ്പിരിറ്റ് വാങ്ങാൻ കേരളത്തിലുള്ള ആളുകൾ തന്നെ ആന്ധ്രാപ്രദേശിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പോലീസുകാർ ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ, അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് ഇത് അയക്കുന്നില്ലെന്ന് പറഞ്ഞ് അവർ പരാജയം സമ്മതിച്ചു. അതുപോലെ നല്ല ഉത്തമരായ പോലീസ് ഓഫീസേഴ്സ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അവർ പ്രവർത്തിച്ചു തുടങ്ങി. കേരളത്തിലെ പല സ്ഥലങ്ങളിലും രഹസ്യമായും പരസ്യമായും അവർ റെയ്ഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് കുട്ടികൾ, നമ്മുടെ വീട്ടിലെ കുട്ടികൾ, അതിനകത്ത് പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കിപ്പോൾ ഇത്രയും ജില്ലകൾ കടന്നപ്പം എനിക്ക് ഭയങ്കരമായ നൈരാശ്യമുണ്ട്. നമ്മുടെ നാടൊക്കെ എങ്ങനെ ഇങ്ങനെ മുടിഞ്ഞു പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ഇത്രയധികം വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, മാധ്യമങ്ങൾ, അതുപോലെ പബ്ലിക് സ്റ്റേജുകൾ, പ്രസംഗങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാസലഹരി നല്ലതാണെന്ന് വിശ്വസിക്കുന്നത്? എനിക്ക് ഏറ്റവും സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുകയാണ്, ഇത് വിറ്റഴിക്കുന്നവർ തന്നെ പ്രചരിപ്പിക്കുന്നു ഈ രാസലഹരി കൊണ്ട് ഗുണമുണ്ടെന്ന്.
നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ചില പ്രൊഫഷണൽ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളിപ്പോൾ ഉണ്ട്. ചില ഡോക്ടേഴ്സിനോട് നിങ്ങൾ സംസാരിച്ച് നോക്കിയാൽ അവർ പറയും, ചില സർജന്മാർ തന്നെ പറയും, പ്രിസിഷൻ കിട്ടാൻ നമ്മളിത് ഉപയോഗിക്കണം. അതായത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ സ്ഥലം മാറിപ്പോകാതിരിക്കാനുള്ള കൃത്യത കിട്ടണമെങ്കിൽ ഈ കഞ്ചാവ് പോലുള്ള സാധനം ഉപയോഗിക്കണമെന്ന് പറയുന്ന ഡോക്ടേഴ്സുണ്ട്. ഇവരുടെയൊക്കെ സർജറി ടേബിൾ കിടക്കാനൊരു തലവിധി ഉണ്ടായിക്കഴിഞ്ഞാൽ കാലിന് പകരം ഒരു കൈ ഓപ്പറേറ്റ് ചെയ്ത് വിടും. കാര്യം ഉള്ളിൽ കഞ്ചാവാണ് കിടക്കുന്നത്. നമ്മുടെ തലച്ചോറും മനസ്സും തമ്മിലുള്ള വൈദ്യുത ബന്ധം തകർത്ത് തരിപ്പണമാക്കുന്ന രാസലഹരി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുവെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രവുമല്ല, തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന മകൻ എപ്പോഴാണ് കത്തിയും കൊണ്ട് ജനാല വഴി കയറി വരുന്നത് എന്ന് സംശയിക്കുന്ന ഒരു അമ്മയുടെ നിലവിളിയുടെ സ്വരം, ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. അമ്മമാർക്ക് പേടിക്കാനുള്ള കാലമായി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കൊരു അഭിപ്രായ വ്യത്യാസവും വേണ്ട. ഞാൻ മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞത്, കോവിഡിന് ശേഷം അങ്ങയുടെ ഭരണരംഗത്ത് ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ രാസലഹരിയുടെ വ്യാപനം എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും കരുത്തുറ്റ നടപടികൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്. അസാധാരണമായ സാഹചര്യത്തിൽ നമ്മൾ അസാധാരണമായ നിയമങ്ങൾ കൊണ്ടുവരണം. അസാധാരണമായ നിയമങ്ങൾ വേണം, അസാധാരണമായ നടപടികൾ വേണം. ഇനി നമുക്ക് കാത്തിരിക്കാൻ വയ്യ. കാരണം ഒരു മണിക്കൂറിൽ ഏതാണ്ട് 7-8 പുതിയ MDMA പേഷ്യൻസ് ഈ രാജ്യത്തുണ്ടാകുന്നു, സംസ്ഥാനത്തുണ്ടാകുന്നു. 24 മണിക്കൂർ കൊണ്ട് 100-300 പേർ പുതിയതായി രോഗികളാകും. നമുക്കെങ്ങനെയാണ് ഈ നാടിനെ സംരക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒരേ ശബ്ദമേ ഉണ്ടാകൂ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ വരുന്ന സഞ്ചാരിയോട് സംസാരിച്ചാൽ അവർ അമ്പരന്നും അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണിത്. 44 നദികൾ ഒഴുകുന്നു, 365 ദിവസവും കൃഷി ഇറക്കാൻ കഴിയുന്നു. സ്വന്തം അച്ഛനും മകനും കൂടി ഹോട്ടലിൽ കയറിയാൽ 2 പേർക്കും കൂടി ഒരാൾ പൈസ കൊടുക്കും. ഐശ്വര്യ റോയ് BBC നടത്തിയ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഒരു സായിപ്പിനോട് പറഞ്ഞു കൊടുത്താൽ, നിങ്ങളുടെ കൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛനും മകനോട് ചായ കടയിൽ കയറി കഴിഞ്ഞാൽ അച്ഛൻ്റെ കാശ് കൊടുക്കും, മകൻ മകൻ്റെ കാശ് കൊടുക്കും. ടോട്ടൽ ഇൻഡിവിജ്വാലിറ്റിയാണ്. എന്നാൽ ഇന്ത്യയിൽ ഒരച്ഛനും മകനും തമ്മിൽ കടയിൽ കയറിയാൽ ഏതെങ്കിലും ഒരാളെ പൈസ കൊടുക്കും. അതാണ് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ വ്യത്യാസമെന്ന് ഐശ്വര്യ റോയ് ഈ സായിപ്പിനെ പഠിപ്പിച്ചു. അത്രയും വലിയ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു സംസ്ഥാനത്തേക്കാണ് അതിഭീകരമായ മാരകമായ ലഹരി ഒഴുക്കിവിട്ട് നമ്മുടെ പുതിയ ജനറേഷനെ, കുരുന്നുകളെ കൊലപ്പെടുത്താൻ, തകർത്ത് തരിപ്പണമാക്കാൻ ഏതോ ശക്തികൾ, താൻസാനിയ പോലെയുള്ള വിദേശ നാടുകൾ നിയന്ത്രിക്കുകയാണ്. എന്നോട് ചില ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങളിങ്ങനെ വലിയൊരു മാഫിയ സംഘത്തോട് ഏറ്റുമുട്ടാനായി ഇങ്ങനെ പരസ്യമായി വെല്ലുവിളിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചീത്തയാവാൻ സാധ്യതയുണ്ട്. ചില ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില ഫോൺ കോളുകളൊക്കെ വരും. ഞാനപ്പോൾ അയാൾ ഈ വിളിച്ച ഒരുത്തനോട് പറഞ്ഞത്, ധൈര്യശാലി ഒരിക്കലേ മരിക്കൂ, ഒരു ഭീരു 100,000 തവണ മരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു എക്സൈസ് ഓഫീസറോട്, ഈ എൻ്റെ അയൽവാസിയായ ഒരുത്തൻ MDMAയുടെ വാഹകനാണ്, അവൻ കടത്തിക്കൊണ്ടുവരുന്നവനാണെന്ന് പറയാൻ നിങ്ങൾ അധൈര്യപ്പെടരുത്. നമ്മൾ പല ആളുകളും ആത്മത്യാഗം ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉച്ചഭാഷണിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. ഈ നാടിൻ്റെ ചരിത്രം തന്നെ അതാണ്. 2 നൂറ്റാണ്ട് വെള്ളക്കാരൻ സൂര്യൻ അസ്തമിക്കാതെ ഭരിച്ചപ്പോൾ അവൻ്റെ സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിപ്പിച്ചവരാണ് നമ്മൾ. പ്രളയത്തെ നമ്മൾ കടന്നവരാണ്. ഒരു കൈത്താങ് കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവരാണ് നമ്മൾ. വെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ പാഞ്ഞപ്പോൾ അതിലും മീതെ മനുഷ്യാംശം കൊണ്ടുവന്നവരാണ് നമ്മൾ. കോവിഡ് വന്ന് നമ്മളെ തകർത്തെറിയാൻ ശ്രമിച്ചപ്പോൾ കോവിഡിനെതിരെ വൻ മനുഷ്യ ശൃംഖല തീർത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാപത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ അപകടത്തിൻ്റെ കാഠിന്യത നിങ്ങൾ കുറച്ച് കാണാൻ പാടില്ല. ഇതിനകത്ത് രാഷ്ട്രീയമോ ബന്ധങ്ങളോ ഒന്നും അല്ല പ്രശ്നം. നമ്മുടെ നാടുണ്ടെങ്കിലേ, നമ്മുടെ സംസ്ഥാനമുണ്ടെങ്കിലേ കക്ഷി രാഷ്ട്രീയർക്കും ജീവിതമുള്ളൂ. ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇത്തരം മാഫിയ സംഘങ്ങളുടെ കടയറുത്ത് വീഴ്ത്തണം. നമ്മളറിയുന്ന പോലെ ഒരുപാട് മനുഷ്യാവകാശം അനുവദിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കുറച്ച് കാലത്തെ കുറച്ച് അവകാശം നഷ്ടപ്പെട്ടു പോയാലും സാരമില്ല. ഈ ഹോസ്റ്റലുകളിലേക്കും അതേപോലുള്ള സ്ഥലങ്ങളിലേക്കും ഈ സ്കൂൾ വരാന്തകളിലേക്കും ഒക്കെ തന്നെ നമ്മുടെ പരിശോധകർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണം. ഒരാളും ഈ മാരക ലഹരി കൈകൊണ്ട് തൊടില്ലെന്നും ഈ മാരക ലഹരിക്കാരനെ നമ്മൾ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ പിടിച്ചു നിർത്തുമെന്നും പറയാൻ നമുക്ക് ചങ്കൂറ്റമുണ്ടാകണം എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്കെൻ്റെ ശീതീകരിച്ച മുറിയിൽ, AC മുറിയിലിരുന്ന് വാർത്തകൾ പറഞ്ഞ് നിങ്ങളെ ആവേശം കൊള്ളിച്ച് എൻ്റെ ചാനൽ റേറ്റിംഗൊക്കെ കൃത്യമാക്കി പരസ്യമൊക്കെ എടുത്ത് എനിക്ക് വേണമെങ്കിൽ ഈ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഞാൻ എൻ്റെ 40 കൊല്ലം തികയുമ്പോൾ, ഞാൻ ജീവിതത്തിൽ ആഘോഷങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ്. ആഘോഷിക്കാൻ എന്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആലോചിക്കുന്ന ഒരാളാണ്. 40 കൊല്ലം ഒരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്താലും 40 കൊല്ലം നമ്മൾ കടന്നു പോകും. ചില ആൾക്കാർ ചില കാര്യത്തിൽ വിജയിക്കും, ചില ആൾക്കാർ പരാജയപ്പെട്ടു പോകും. പരാജയപ്പെടുന്നതിൽ നിന്ന് ഒരുപാട് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 40 കൊല്ലത്തിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ദിവസം ഞാൻ 14 കൊലപാതകങ്ങളുടെ വാർത്ത ഒറ്റ ശ്വാസത്തിൽ 3.5 മണിക്കൂറിനകം വായിച്ചു തീർത്തത്. അതും അതിഭീകരമായ കാര്യം. നിങ്ങൾ അറിയേണ്ട കാര്യം, വാർത്താമുറിയിലേക്ക് വന്നിറങ്ങുന്ന മാലിന്യങ്ങൾ
ഈ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം വന്നിരിക്കുന്ന പീഡന കഥകൾ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ചവറ്റുകൊട്ടയിലേക്ക് ഇടേണ്ടി വരും. ഈ വാർത്തകളൊന്നും പുറത്തേക്ക് പ്രക്ഷേപിക്കാൻ കഴിയില്ല. പ്രക്ഷേപണം ചെയ്ത വാർത്തകളെക്കാളും പ്രക്ഷേപിക്കാത്ത വാർത്തകളുടെ എണ്ണം കൂടുന്ന ഒരു കാലത്താണ് ഈ വാർത്താ വായനക്കാരൻ ജീവിച്ചിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ അറിയുക. അതുകൊണ്ട് ഏറ്റവും സങ്കടകരമായ നമുക്ക് പ്രതിഷേധാർഹമായൊരു ജീവിത സാഹചര്യം നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ തന്നെയാണ് തെറ്റുകാർ. ഈ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നത് പല ആളുകൾക്കും അറിയാമായിരുന്നു. അവരവഗണിച്ചു. ഇതൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന വാർത്തകളാണ്, വാർത്താ ചാനലുകൾ പൊലിപ്പിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് എൻ്റെ കുട്ടിയോ നിൻ്റെ കുട്ടിയോ ഈ അപകടത്തിൽ പെട്ടുപോകുന്ന ആശങ്ക ഉണ്ട്. ഞാൻ ഈ കൊച്ചിയിലെ ഒരു മനോരോഗ കേന്ദ്രത്തിൽ MDMA സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻസിനെ കണ്ടു. ഒരു 21 വയസ്സ് പ്രായം വരും. ഞാൻ അവനോട് ചോദിച്ചു, എന്താ മോനെ നിനക്ക് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിയങ്ങ് കരയുകയാണ് ചെയ്തത്. അപ്പോൾ അവനൊന്നും പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല അവൻ്റെ ബുദ്ധി തന്നെ നേരെ നിൽക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതേസമയം അവൻ്റെ തൊട്ടിപ്പുറത്ത് UK പഠിച്ചുകൊണ്ടിരുന്ന തലച്ചോറുള്ളൊരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടു. അയാൾക്ക് മനോരോഗമാണ്. മനോരോഗം ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. കാര്യം നമ്മുടെ ജീൻ ഫാക്ടറിൽ എവിടെയോ കയറുന്ന ഒരു വൈറസ് പോലൊരു രോഗം തലമുറകൾ കഴിയുമ്പോഴും ആ തലമുറയിലുള്ള ആൾക്കാരെ വേട്ടയാടുകയാണ്. ഒരാൾ മനോരോഗിയാകുന്ന അയാളുടെ പെർമിഷൻ കൊണ്ടല്ല. എന്നാൽ MDMA കഴിച്ച് മനോരോഗിയാകുന്നവൻ സ്വന്തം അനുവാദം കൊണ്ടാണ്. എനിക്ക് ഇങ്ങനൊരു ജീവിതമാണ് വേണ്ടതെന്ന് എങ്ങനെയാണ്? അതുകൊണ്ട് വീട്ടിൽ സ്നേഹമെന്ന് പറയുന്ന സംഭവം എടുക്കണം. അതേപോലെ നിങ്ങൾ ഈ തളിക്കുളത്ത് ഈ സ്നേഹതീരമൊക്കെ ഉണ്ടാക്കി ഇത്രയും ആൾക്കാർ കടൽത്തീരത്ത് വരുന്നു. നിങ്ങൾ ഈ കളിസ്ഥലങ്ങളെല്ലാം തുറന്നു കൊടുക്കണം. കളിയാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. പുസ്തകം എഴുതുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. സാഹിത്യമാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. അധ്യാപകരെ ബഹുമാനിക്കുന്നതാണ് ലഹരി എന്ന് പഠിപ്പിക്കണം. വളർത്തുദോഷം കൊണ്ടും കുട്ടികൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവരുടെ ചിന്ത പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പള്ളിക്കൂടങ്ങളിലും ഇനി ഇത് തുറക്കണമെന്ന് മാത്രമല്ല, ഒരു ക്ലാസ് മുറിയിൽ 3 പേരുള്ള ഒരു ടീം കൂടി പടുത്തുയർത്താൻ പറ്റിയാൽ ഒരുപക്ഷെ കുറച്ചുകൂടി നന്നായിരിക്കും നമുക്കിതിനെ കൈകാര്യം ചെയ്യാം. എക്സൈസ് അവരുടെ ജോലി ചെയ്യും. എൻഫോഴ്സ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ പോലീസിനെ നമുക്ക് വിശ്വസിക്കാം, എക്സൈസിനെ വിശ്വസിക്കാം. ഒരു ക്ലാസ്സിൽ ക്ലാസ് ടീച്ചറും PTA ഒരാളും മോണിറ്ററും ചേർന്നൊരു 3 പേര് ക്ലാസ്സിലെ 40-50 പേരെ സശ്രദ്ധം വീക്ഷിക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന നേരിയ ചലനം പോലും നമുക്ക് മനസ്സിലാക്കാം. പറ്റാവുന്ന റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടാക്കുക. CCTV വാങ്ങിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വരുന്ന അപരിചിതർ ആരൊക്കെയാണെന്ന് കണ്ടെത്താം. അതുപോലെ ചെറുപ്പക്കാരുടെ സെക്യൂരിറ്റി സേനയുണ്ടാക്കി നമ്മുടെ നാട്ടിൽ ചുറ്റിയടിക്കണമെന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കാര്യം എൻ്റെ വോക്കൽ കോഡിന് കിഴുത്തല വീണു തുടങ്ങിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഈ പണിയായുധം തന്നെ ഈ സാധനമാണ് അല്ലേ പ്രതാപൻ? അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ പരിക്കേൽപ്പിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു. ഇന്ന് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. ഈ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കാര്യം ഈ നാട് നിങ്ങൾക്ക് എന്തെല്ലാം തന്നു? നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ഗുണനിലവാരമുള്ള വായു തന്നു, നല്ല ആശുപത്രി സംവിധാനം തന്നു, എന്തെല്ലാം തന്നു. നമ്മൾ വിചാരിക്കും ഒന്നും തന്നിട്ടില്ല. ഈ നാട് തന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഈ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുക. ആ ചോദ്യത്തിന് ഈ നാടിനോട് ഞാൻ നീതി പുലർത്തിയില്ല എന്നാർക്കെങ്കിലും തോന്നിയാൽ നിങ്ങൾ പടവാളെടുത്തിറങ്ങണം. തൊട്ടയലത്ത് ചിലപ്പോൾ ഒരു MDMA വിൽപ്പനക്കാരനുണ്ടെന്ന് വരും. അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യണം, അവനെ പിടിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഏതൊരുവനെയും അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ ആരെയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയല്ല. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതേസമയം നിയമം വിട്ടുകളിക്കുന്ന ഒരുവനെ പോലീസിൽ ഏൽപ്പിക്കാനുള്ള അധികാരം നമ്മുടെ ഭരണഘടന തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കുരുന്നുകളെ കൊലപാതകം ചെയ്യാത്ത ഒരു പ്രഭാതം ഈ നാട്ടിൽ വിരിയണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളത് ചെയ്യും എന്ന വിശ്വാസത്തോടെ വിജയകുമാർ നിങ്ങളുടെ 2 വാക്ക് സംസാരിക്കും. വിജയകുമാർ പ്ലീസ്. വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം SKN വിശദമായി പറഞ്ഞു. പ്രതാപേട്ടൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനോടകം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം എന്താണ് എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥന, ഞാനൊരു നമ്പർ പറയാം, ഒരു മൊബൈൽ നമ്പർ പറയാം. പരമാവധി ആളുകൾ അതൊന്ന് നോട്ട് ചെയ്യണം. ഒന്നുകിൽ സേവ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ഞാൻ പറയാം എന്താണ് അതിൻ്റെ ആവശ്യമെന്ന്. ആ നമ്പർ ഇതാണ്: 94977797. ഞാൻ റിപ്പീറ്റ് ചെയ്യാം: 9497927797. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഏതെങ്കിലും ഒരു പേരിൽ സേവ് ചെയ്യുക. ഈ നമ്പർ പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച് നടപടി കൈക്കൊള്ളുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റി നർക്കോട്ടിക് കൺട്രോൾ റൂം നമ്മുടെ കേരള പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ
തുടങ്ങിയിട്ടുണ്ട്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ തരുന്ന വിവരങ്ങൾ, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ വിളിച്ച് ഒരു വിവരം ഈ നമ്പറിൽ പറഞ്ഞാൽ ആ നമ്പറിൽ അവരത് എന്താണ് വിവരം കൊടുക്കുന്നവരെ പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല. ആരാണ് ഈ വിവരം തന്നത് എന്ന് രഹസ്യമാക്കി വെക്കും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി 100% ധൈര്യമായി ഈ നമ്പറിൽ വിളിച്ചു പറയാം. ഇത് പോലീസിൻ്റെ നമ്പറാണ്. ഈ പോലീസ് ഇതിൽ ഇടപെട്ട അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ഈ നമ്പർ ഇവിടെ പറയാൻ കാര്യം, ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ പര്യടനം അവസാനിപ്പിച്ചത് അങ്കമാലിയിലാണ് കേട്ടോ. അങ്കമാലിയിൽ ഞങ്ങൾ ഇതുപോലെ സംസാരിക്കുന്നതിനിടെ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡിനടുത്താണ് ഞങ്ങൾ ഇതുപോലൊരു വേദി ഒരുക്കിയത്. ധാരാളം ആളുകൾ അവിടെ വന്നിരുന്നു. അപ്പോൾ അതിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഓടിക്കുന്ന 1-2 ആളുകൾ ഞങ്ങളോടൊരു കഥ പറഞ്ഞു. അതായത് അവിടെ അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ ഈ രാസലഹരി വിൽക്കുന്ന ഒരു ഇതര സംസ്ഥാനക്കാരൻ, ഒരു ഒഡീഷ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ അയാളുടെ ജോലി ഇതാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവിടുത്തെ പോലീസിൽ ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തു. നിർഭാഗ്യവശാൽ പോലീസ് അതിൽ ഇടപെട്ടില്ലെന്ന് തന്നെയല്ല, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിന്നെപ്പറ്റി ഇങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയായ കച്ചവടക്കാരനെ വിളിച്ചവർ പറഞ്ഞു. അയാൾ ആളെ കൂട്ടി കൊണ്ടുവന്ന് ഈ ഓട്ടോ തൊഴിലാളികളെ മർദ്ദിച്ചു. ഒരു ഓട്ടോ തൊഴിലാളിയുടെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തത്. ഞങ്ങൾ ഇപ്പോൾ SKN പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾ ആത്യന്തികമായി ഈ യാത്ര പൂർത്തിയാകുമ്പോൾ നമ്മളൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കും. ആ റിപ്പോർട്ടിൽ കേരളത്തിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് വെച്ചാൽ ലഹരി വിൽപ്പന ഏറ്റവും കൂടുതൽ നടക്കുന്ന, രാസലഹരി വിൽപ്പന ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കും. ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഞങ്ങൾ കിട്ടിയ വിവരമാണ്. അതിൽ ഒത്താശ ചെയ്യുന്ന ആളുകളുടെ പേര് അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട് തന്നെ ആയിരിക്കും ആഭ്യന്തര വകുപ്പിന് കൊടുക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് തന്നെയായിരിക്കും ഞങ്ങൾ ഈ റിപ്പോർട്ട് നൽകുന്നത്. അതിൽ പുറത്ത് ജനങ്ങളുമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ ഒരു പൊതു ചർച്ചയ്ക്ക് കേരളത്തിൽ അത് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് ഉറപ്പായും ഉപയോഗിക്കാം. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. അത് കേരള പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ആ നമ്പർ ഉള്ളത്. അതിൽ കിട്ടും. അതിൽ നിങ്ങൾക്ക് വിവരം കൊടുക്കാം. അത് ഫോളോ അപ്പ് ഉണ്ടാകും. പോലീസിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 16ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 16 ദിവസത്തിനിടെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ തുടങ്ങി തെക്കൻ കേരളം കഴിഞ്ഞ് മധ്യകേരളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിൽ വന്നു. അപ്പോൾ ഇതിനിടയിൽ പലയിടത്തും അനുകൂലമായി എന്ന് വെച്ചാൽ നമ്മളുടെ യാത്രയിലെ സന്ദേശം പലതരത്തിലും ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നതിൻ്റെ പല ഉദാഹരണങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2-3 ദിവസം മുമ്പാണ് മലപ്പുറത്ത് ആ നാട്ടിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന അയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഇത്തരം ശക്തികൾ ഇറങ്ങുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ജനങ്ങൾക്ക് അതിലൊരു ബോധവൽക്കരണം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കറുത്ത ശക്തികളെ ഇത്തരം ഈ പറയുന്ന അധാർമിക ശക്തികളെ ഏതെങ്കിലും തരത്തിൽ വെച്ച് വാഴിക്കാൻ പാടില്ല. അവരെ ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിക്കണം. അയാളെ കൈയും കാലുമൊക്കെ കെട്ടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. അതൊരു സംഭവം. പലയിടത്തും നാട്ടുകാർ നേരിട്ടിറങ്ങി ഈ ലഹരി സംഘങ്ങളുടെ ഒളിത്താവളങ്ങൾ പോലീസിനും എക്സൈസിനും വിളിച്ചു പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സാമൂഹ്യ സമ്മർദ്ദം, അതാണ് അതിലേറ്റവും നല്ല വാക്ക്, ഒരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ആത്യന്തികമായി ഞങ്ങൾ SKN അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങി 40 വർഷം കഴിയുകയാണ്. അറിയാമല്ലോ, 40 വർഷം വളരെ സജീവമായി മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സർക്കാർ ജീവനക്കാരൻ 40 വർഷം അദ്ദേഹത്തിൻ്റെ സർക്കാർ ജീവനക്കാരനായി തുടരുന്നു എന്നതുപോലെ അല്ല. SKN അത് വളരെ ലാഘവത്തോടെ പലപ്പോഴും പറയാറുണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല. 40 വർഷം വളരെ സജീവമായി മാധ്യമപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത്തരമൊരു അവസരത്തിൽ ഉറപ്പായും അതൊരു ആഘോഷത്തിൻ്റെ സമയമാണ്. പക്ഷേ അങ്ങനെ ആഘോഷിക്കേണ്ട സമയമല്ല. നമ്മുടെ നാട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരുപിടി പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഉയർത്തി കേരളത്തിൽ ഒരു യാത്ര നടത്തുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ യാത്രയുമായി ഇറങ്ങിയത്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സാമൂഹ്യ സമ്മർദ്ദം ഇതിലുണ്ടാവുക. അത് ഇപ്പം ഞങ്ങൾ എറണാകുളത്തു നിന്ന് തൃശ്ശൂരേക്ക് എത്തുമ്പോഴേക്കും ആ സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെ സൂചനകൾ കേരളത്തിൽ പലയിടത്തും കാണുന്നുണ്ട് എന്നതിൽ വലിയൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്, വലിയൊരു ആശ്വാസമുണ്ട്. കാരണം പല ജില്ലകളിൽ നിന്നും ഞങ്ങൾ കേട്ടത് ഒട്ടും നല്ല വാർത്തകളായിരുന്നില്ല. ഇപ്പോൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചപ്പോൾ ഈ പണ്ട് മദ്യപാനം എന്നതിന് വളരെ മോശമായി മദ്യപിക്കുക എന്ന് വളരെ ഒരു കുറ്റകരമായ കാര്യമാണെന്ന് ചിന്തിച്ച ഒരു തലമുറയിൽ നിന്ന് മദ്യത്തിന് ഒരു മാന്യത കൈവന്ന ഒരു കാലമുണ്ട്. മദ്യപിച്ചാൽ അത്യാവശ്യം കഴിച്ചാൽ എന്താണ് കുഴപ്പം
എന്ന് പറയും നമ്മുടെ വീടുകൾക്കകത്തേക്ക് മദ്യത്തിന് ഇടം കിട്ടിയ ഒരു കാലമുണ്ട്. അപ്പോൾ അതുപോലെയാണ് സ്മോക്ക് ചെയ്യുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മുതിർന്ന ചേട്ടന്മാർ സിഗരറ്റ് വലിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. നമ്മളത് കണ്ടാൽ ആരും അറിയാതെ സ്കൂളിൽ നമ്മുടെ ക്ലാസ് ടീച്ചറോട് പറയുമായിരുന്നു. പിന്നീട് സ്മോക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ മാന്യമായ ഒരു സംഗതിയാണെന്ന് വന്നു ഒരു സമയത്ത്. അപ്പം മദ്യപാനത്തിനും സ്മോക്ക് ചെയ്യുന്നതിനും സിഗരറ്റ് വലിക്കുന്നതിനും ഒരു മാന്യത എവിടെ നിന്നൊക്കെയോ കിട്ടിയതുപോലെ ഈ രാസലഹരി നമ്മുടെ ഒരു വിശ്രമവേളയിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പോൾ അത്തരം പ്രവണതകൾ തുടക്കത്തിലേ കണ്ടെത്തി അതിന് നമ്മൾ മറുമരുന്ന് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഒരു വലിയ തിരിച്ചറിവായിരുന്നു. അത് ഞങ്ങൾ ഈ തിരുവനന്തപുരത്തും തുടങ്ങി ഇവിടെ തൃശ്ശൂർ എത്തുമ്പോഴേക്കും ആ തിരിച്ചറിവ് കുറെ കൂടി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങൾ ജനങ്ങളിൽ നേരിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നേരിട്ട് ആളുകൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്. നമ്മൾ നേരിടുന്നത് അതിമാരകമായ അതിഭയങ്കരമായ ഒരു ശത്രുവിനെയാണ്. അത് കേരളത്തിൽ നമ്മളുടെ മുന്നിലൂടെ ഈ 1.5 ഗ്രാം ഈ ലഹരി വിൽക്കുന്ന ഏതെങ്കിലും രാസലഹരി വിൽക്കുന്ന ഒരു വിൽപ്പനക്കാരനല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് എവിടേക്കോ കിടക്കുന്ന വലിയൊരു അതിഭയങ്കര ശക്തിക്കെതിരെയാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത്. ഈ വിൽപ്പനക്കാരിൽ പലരും ഇത് ഉപയോഗിക്കുന്നില്ല അത്രേ. ഇത് അവരുടെ പണം കണ്ടെത്താൻ ഒരു വഴിയായി ഉപയോഗിക്കുകയാണ്. അവർ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചതിക്കുഴികൾക്ക് മുന്നിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ യാത്ര SKN ആസൂത്രണം ചെയ്യുകയും അത് മധ്യ കേരളത്തിലെത്തി ഇനിയിപ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പര്യടനം തുടരാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രയിലൂടെ ഞങ്ങൾ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൽ അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റമായി ഇത് മാറണം. എന്ന് വെച്ചാൽ ഞങ്ങൾ നടത്തുന്ന യാത്ര എന്നല്ല നമ്മൾ പറയുന്നത്, ഈ ലഹരിക്കെതിരായ ഈ ക്യാമ്പയിൻ അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റമായി മാറണം. നമ്മൾ സാക്ഷരതാ പ്രവർത്തനമൊക്കെ വിജയകരമായി നടത്തിയതാണ്. രാഷ്ട്രീയമൊക്കെ 100% സാക്ഷരത കേരളത്തിന് കൈവന്നത് എങ്ങനെയാണ്? വലിയ ജനകീയ മുന്നേറ്റമായി ആ സാക്ഷരതാ പ്രസ്ഥാനമൊക്കെ മാറിയത് കൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ ഒരു ജനകീയ മുന്നേറ്റമായി ഈ ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിൽ മാറണം. അതാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ജനകീയ ജാഗ്രത, ഒരു ജനകീയ പ്രതിരോധം, ഒരു പൊതു സമൂഹത്തിൻ്റെ സമ്മർദ്ദം, ഒരു സാമൂഹ്യ സമ്മർദ്ദം ഈ വിഷയങ്ങളിൽ ഉണ്ടാകണം. ഇടപെടാത്ത പോലീസിനെയും എക്സൈസിനെയും കൊണ്ട് നമുക്ക് ഇടപെടിക്കണം. ഇതിന് പിന്തുണ കൊടുക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പൊതുപ്രവർത്തകരോ ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറി ഓടിപ്പോകണം. അങ്ങനെ ആ നിലയിൽ അതിശക്തമായ ജനകീയ സമ്മർദ്ദം, ഈ ജനകീയ സമ്മർദ്ദം ഉയർന്നു വന്നാൽ കേരളത്തിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് എത്രയോ ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും ഭയങ്കരനായ ശത്രുവിനെതിരെ നമ്മൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ചെറുതല്ലാത്ത പങ്ക് ഓരോ വ്യക്തിക്കും അവരവരുടെ വീടുകളിൽ വഹിക്കാൻ കഴിയും. നമ്മളൊക്കെ ഓരോ സമരഭടനാകണം. ഓരോ യോദ്ധാവും ഓരോ പോരാളിയും ഓരോ പട്ടാളക്കാരനും ഒക്കെയായി മാറണം. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ വീടുകളിൽ കുറെ കൂടി ജനാധിപത്യം കൊണ്ടുവരണം. മക്കളെ കേൾക്കാൻ അച്ഛനമ്മമാർ തയ്യാറാകണം. അവരുടെ ആഗ്രഹങ്ങൾ കൂടി അറിഞ്ഞ് അവർക്ക് എന്താണോ താല്പര്യം അതുകൂടി പരിഗണിക്കാനുള്ള ഒരു സന്മനസ് നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വീടുകളിൽ കാണിക്കണം. അവരുടെ മേലെ ഏതെങ്കിലും തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പരിണത ഫലം പലപ്പോഴും ഇത്തരം ലഹരികളിൽ ആ കുഞ്ഞുങ്ങൾ അഭയം പ്രാപിക്കുകയാണെന്നത് പലപ്പോഴും നമ്മുടെ സൈക്യാട്രിസ്റ്റുകൾ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അവരെ കൂടി ഉൾക്കൊണ്ട് കുറെ കൂടി ജനാധിപത്യപരമായി നമ്മുടെ വീട്ടകം മാറണം എന്നത് ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ കണ്ടതാണ്. നമുക്ക് നന്നായി ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അവസരം ഒരുക്കണം. അവനെ പഠിക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും മുറികളിൽ തളച്ചിടാതെ അവനെ മൈതാനത്തിലേക്ക് തുറന്നു വിടണം. ക്രിക്കറ്റ് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. പാടാനും നൃത്തം ചെയ്യാനും കഴിവുള്ള കുട്ടികളെ നമ്മൾ അതിന് പ്രേരിപ്പിക്കണം. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ലഹരി എന്നത് ജീവിതമാകണം, പഠനമാകണം, അറിവ് നേടലാകണം, ഫുട്ബോൾ ആകണം, പാട്ടാകണം, കലയാകണം. അങ്ങനെ നമുക്ക് എത്രയോ വലിയ വലിയ ലഹരികൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം ലഹരികളിലേക്ക് നമ്മളുടെ അടുത്ത തലമുറയെ, നമ്മുടെ മക്കളെ, അനുജനെയും അനുജത്തെയും വഴിതിരിച്ചുവിടാൻ വീട്ടിലുള്ളവർ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടകങ്ങൾ കുറെ കൂടി ജനാധിപത്യവൽക്കരിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അത് വലിയ പങ്ക് വഹിക്കും. നമ്മുടെ അധ്യാപകർ അവരും കുട്ടികളെ ചേർത്ത് നിൽക്കുന്ന പഴയ അധ്യാപകരെ പോലെ ആവണം. അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്ക് അധ്യാപകർക്ക് ഏതെങ്കിലും തരത്തിൽ അതിന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകർ തിരികെ വരണം. അങ്ങനെ ആ അധ്യാപകർ അവരുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാൻ കഴിയണം. അത്തരമൊരു തലമുറ അധ്യാപകരും കുട്ടികളുമൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് വേണമെങ്കിൽ ഒരു ചെറിയ ചൂരൽ കയ്യിൽ പിടിച്ചോളൂ എന്ന്. അടിക്കാൻ പറഞ്ഞിട്ടില്ല, കയ്യിൽ പിടിക്കാൻ.
എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തല്ലി ശരിയാക്കണം എന്നൊന്നുമല്ല കോടതി പറഞ്ഞത്, ആ നിലയിലല്ല കോടതിയും പറഞ്ഞു. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഇത് മാത്രം ചെയ്യാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും പോരാളിയാവാം, പട്ടാളമാകാം, ഇതിൽ സമരഭടന്മാരാകാം. ലഹരിക്കെതിരായ പോരാട്ടം എന്നത് ഒരു ചെറിയ പോരാട്ടമല്ല, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ പോരാട്ടമാണ്. നമ്മൾ പല രോഗങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട്. ആ രോഗങ്ങൾക്കൊക്കെ വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊരു മാരക രോഗമാണ്. ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. പക്ഷേ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മളുടെ പക്കൽ ആ മരുന്നുണ്ട്. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഈ മാരക വിപത്തിനെ നമ്മുടെ പുറത്ത് അടിച്ചിറക്കാൻ കഴിയും. അതിന് പറ്റുന്ന തരത്തിലേക്ക് എല്ലാവരുടെയും ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുതകുന്ന തരത്തിലൊരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അത് പലയിടത്തും അതിൻ്റെ നല്ല സൂചനകൾ കണ്ടിട്ടുണ്ട് എന്നൊരു ആശ്വാസം ഈ ദിവസമുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാൻ എല്ലാ സ്വീകരണങ്ങൾക്കും സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മളുടെ നമ്പർ പറയണോ? ഒരിക്കൽ കൂടി പറയണോ? പറയാം. നോട്ട് ചെയ്തോ. 9497 927797 9497927797. കിട്ടിയോ? ഓക്കെ. ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചാർജ് ശ്രീ PP ജെയിംസ് 2 വാക്ക് സംസാരിക്കും. SKN, എൻ്റെ പ്രിയ സുഹൃത്ത് TN, മറ്റ് വിശിഷ്ടാതിഥികളെ, ഞാൻ നാട്ടുകാരനാണ്, അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. അത്യാവശ്യം പറയേണ്ട കാര്യം SKNും അതുപോലെ തന്നെ വിജയകുമാറും പറഞ്ഞു കഴിഞ്ഞു. TN ഇപ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് സുനാമി ഉണ്ടായ സമയം ഓർമ്മയുണ്ടാവും. അന്ന് TNൻ്റെ കൂടെ, TN MLA ആയിരുന്നു, ഇവിടുന്ന് നാട്ടിക ബീച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് അത്യാവശ്യം മീനൊക്കെ പൊരിച്ച് കഴിച്ചു അല്ലേ. അപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോൾഫിനുകളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോൾഫിൻ എങ്ങനെ ഇവിടെ തീരത്ത് വരും? അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് വരെ ഡോൾഫിനെ എങ്ങനെ തീരത്ത് കണ്ടിട്ടില്ല. ഞങ്ങളിതൊക്കെ പറഞ്ഞു പോയി. പിറ്റേ ദിവസമാണ് സുനാമി ഉണ്ടായത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു ഡിസംബർ 25 ആയിരുന്നു. ഡിസംബർ 26 സുനാമി ഉണ്ടായത്. അപ്പോൾ ഈ നാട്ടിക എന്ന് പറയുന്നത് ഇവിടെ അധികം ദൂരെയല്ല. അപ്പോൾ അത്ര പേടിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. എന്നാലും അത് ഇവിടെ സ്നേഹതീരത്തൊക്കെ, ഞാൻ മാളക്കാരനാണ്, തൊട്ടടുത്ത സ്ഥലത്താണ്. ഇപ്പം SKൻ്റെ വലിയൊരു പരിപാടി കഴിഞ്ഞാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ അമേരിക്കയിലായിരുന്നു. ഇന്നാണ് എത്തിയത്. ഇന്നലെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഈ ജെറ്റ് ലാഗ് ഉള്ളതുകൊണ്ട് കിളിപോയ അവസ്ഥയാണ്. എന്തായാലും അവിടെ അമേരിക്കയിൽ ഞാൻ പോയപ്പോൾ ഈ നമ്മുടെ മലയാളി സമൂഹങ്ങളുടെ ചില പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ കേരളത്തിലെ ലഹരിയെക്കുറിച്ചാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് SKൻ്റെ ലഹരി യാത്ര നടക്കുന്നതുകൊണ്ട് അമേരിക്കയിലെ മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയാണ്. അപ്പോൾ അവർ അമ്മമാരായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ വന്ന്, SKൻ്റെ കുറച്ച് ഫാൻസാണ്, അവർ വന്നിട്ട് എന്നോട് പറഞ്ഞത്, SKനോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തേക്കണം, ഞങ്ങൾ ഈ അമേരിക്കൻ ബോർഡറിൽ മെക്സിക്കൻ കാർട്ടലും ഇവരുടെ ഇതൊക്കെ കാണുന്ന പരസ്പരം വെടിവെപ്പ് ഇതൊക്കെ ആരോഗ്യം സൂക്ഷിക്കാൻ പറയണം, അപകടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലല്ല SKN. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം ഫൈറ്റ് തെളിഞ്ഞു വന്ന ആളാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട. പക്ഷെ ആ പറഞ്ഞതിൽ ഒരു അപകടത്തിൻ്റെ സൂചനയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമല്ല അത്. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ടാൻസാനിയയിലും ആഫ്രിക്കയിലെയും മാഫിയ സംഘങ്ങളെയാണ്. അവിടെ നിന്നാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ കുറച്ച് കഞ്ചാവ് കൊടുക്കുന്ന അല്ലെങ്കിൽ കുറച്ച് മദ്യം കൊടുക്കുന്ന അവസ്ഥയല്ല. ഇത് ഇൻ്റർനാഷണൽ കാർട്ടലാണ്. അവർ കേരളത്തിലേക്ക് കൊച്ചി ഹബ്ബാക്കി അല്ലെങ്കിൽ കോഴിക്കോട് ഹബ്ബാക്കി ഇങ്ങനൊരു ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്, ആരെ പിടികൂടണം, സ്കൂൾ കുട്ടികൾ വഴി അവർക്ക് പൊതിയായി കൊടുത്ത് മിഠായിയായി കൊടുത്ത് ഇതിനൊരു ഇൻ്റർനാഷണൽ സ്ട്രാറ്റജി ഉണ്ട്. അതാണ് അവർ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയുള്ള ചെറിയ ഫൈറ്റ് അല്ല. പക്ഷെ സാധിക്കും. ജനങ്ങൾ ഒത്തുചേർന്നാൽ, പോലീസ്, എക്സൈസ്, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഇതിനെ കിടക്കാനോ ഈ നെറ്റ്വർക്ക് കട്ട് ചെയ്യുക എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് കഴിയാൻ സാധിക്കണം. ഇപ്പോൾ SKNet 40 നമ്മൾ നിൽക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ 40 വർഷം പിന്നിടുമ്പോൾ അതിന് ഒരുപാട് ചരിത്രമുണ്ട്. എനിക്കത് പറയാനുള്ള സമയമില്ല. ഞങ്ങൾ മ്യൂസിയത്തിൽ തിരുവനന്തപുരത്ത് ഒരുമിച്ച് 10-15 വർഷം നടന്നതാണ്. SKN ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഫ്ലവേഴ്സിലും 24 വരുമ്പോഴാണ് SKൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ മുഖം കാണുന്നത്. പക്ഷെ അതിനു മുമ്പ് കലാകൗമുദിയിൽ, പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയിൽ, ദൂരദർശനിൽ, പിന്നീട് മഴവിൽ മനോരമ, അതിനു മുമ്പ് ഏഷ്യാനെറ്റിൽ നീണ്ട 20 വർഷം ഏഷ്യാനെറ്റിന് ഇന്നത്തെ ഏഷ്യാനെറ്റാക്കിയ ആളാണ്.
അങ്ങനെ ദൃശ്യമാധ്യമ രംഗത്ത് വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഫ്ലവേഴ്സും 24-ലും വന്നത്. SKനോടുള്ള ഒരു അടുപ്പം കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഇതിലേക്ക് മാറിയത്. ഞാൻ മുന്നേ പ്രിന്റ് മീഡിയയിൽ ഉണ്ടായിരുന്ന ആളാണ്. തിരുവനന്തപുരത്താണ് ഞാൻ ഈ ജില്ലയിലാണ് പത്രപ്രവർത്തനം തുടങ്ങിയതെങ്കിലും ഞാൻ 30 വർഷം പത്രപ്രവർത്തനം നടത്തിയത് തിരുവനന്തപുരത്താണ്. സ്വാഭാവികമായിട്ട് എല്ലാ ചാനലുകളിലും ഞാൻ വരുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊക്കെ തോന്നിയ ഒരു പ്രത്യേകത, ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന നിലയിലാണ് 24 എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. രാവിലെ മോർണിംഗ് ഷോയിൽ വരുമ്പോൾ SKN എൻ്റെ അടുത്ത്, ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഗതികേട് കൊണ്ട്. എന്നുവെച്ചാൽ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അവിടുത്തെ ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ വേദന കണ്ട് ഞങ്ങൾ സങ്കടപ്പെടാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ആശ്വാസം, കേരളത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുന്നില്ലല്ലോ, ബോംബുകൾ വന്ന് വീഴുന്നില്ലല്ലോ. പക്ഷേ ഒരുപക്ഷേ ആ വന്ന് വീഴുന്ന ബോംബിനേക്കാൾ അതിശക്തമായ ബോംബാണ് നമ്മുടെ സമൂഹത്തിൽ വന്ന് വീണിരിക്കുന്നത്. MDMA എന്ന പേരിൽ രാസലഹരിയുടെ ബോംബ്. നമ്മൾ ഇറാഖിലെ കെമിക്കൽ വെപ്പൺ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ഒരു കാലത്ത് അമേരിക്ക ഇത് ചെയ്തിരുന്നു, അതുണ്ടായില്ല. രാസ ബോംബ് പോലെ ഒരു രാസലഹരി ബോംബാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഞാൻ മാധ്യമരംഗത്ത് ഏതാണ്ട് 10-37 വർഷം കഴിഞ്ഞു. ഇതുപോലെ ഒരു ഇത്രയും ഭീതിതമായ അവസ്ഥയിലൂടെ കേരളം കടന്നുപോയിട്ടില്ല. നേരത്തെ SKN പറഞ്ഞപ്പോൾ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭീതിതമായിട്ട് ഒരു സാധനം കഴിച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ അതിനോട് അഡിക്റ്റ് ആവുന്ന, നമ്മുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം നടത്താൻ തീർത്തും നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ലഹരി ബോംബ് വീണിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഓർത്ത്, അടുത്ത തലമുറയെ ഓർത്ത് നമുക്കിതിനെതിരെ വലിയ യുദ്ധം നടത്തേണ്ടതുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇത് ആരുടെയും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ ഇതല്ല. വേണമെങ്കിൽ ഞങ്ങളിങ്ങനെ ഇത് നടത്തുമ്പോൾ ഇത് സർക്കാരിനെതിരെയുള്ള ഇതാണെന്നൊക്കെ പറയാം. അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ തുടങ്ങി വെച്ചപ്പോൾ SKN മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയാണ്. മുഖ്യമന്ത്രി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഇതിനെതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളെല്ലാവരും ഒറ്റക്കെട്ടായി നിർത്തി ഇത് മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഈ യാത്ര കാസർഗോഡ് ഏപ്രിൽ 20-ന് അവസാനിക്കും. അതിനകം തന്നെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര കടന്നു പോകും. നിങ്ങളുടെ ആശീർവാദവും നിങ്ങളുടെ പിന്തുണയും ഉണ്ടാവണം. കേരള സമൂഹത്തിൻ്റെ, മലയാളികളുടെ പിന്തുണയോടെ ഈ ദൗത്യം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. താങ്ക് യു. വിഭാസ്കൻ്റെയൊക്കെ മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ 96 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രം പാട്ടുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖന പരമ്പരയാണ്. 1100 ദിവസമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. 365 ദിവസം റെക്കോർഡ്. ഇത് താങ്കൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നു. ഞങ്ങളുടെ തളിക്കുളത്തിലെ ചന്ദ്രാപ്പിനിയുടെ ഒരു സമ്മാനമായിട്ട് താങ്കൾക്ക് ഇവര് വോളിബോള് എടത്തിരുത്തി പഞ്ചായത്തിൽ, എൻ്റെ ഗ്രാമം വോളി ഗ്രാമം, എടത്തിരുത്തി പഞ്ചായത്തിലെ വോളിബോളാണ് ലഹരി. മറ്റ് അക്രമം വേണ്ട, ലഹരി വേണ്ട. ഞങ്ങളുടെ ക്യാപ്ഷൻ അത് തന്നെയാണ്. ഇത് ഇവിടെ നോക്കിയപ്പോൾ അത് തന്നെയാണ് കണ്ടത്. അപ്പോൾ 1000 കുട്ടികൾക്ക് എടത്തിരുത്തി പഞ്ചായത്തിൽ 18 വാർഡാണുള്ളത്. ആ 18 വാർഡിൽ നമ്മൾ 11 സ്ഥലത്ത് വോളിബോൾ ക്യാമ്പുകൾ ആരംഭിക്കുകയാണ്. വോളിബോൾ ലഹരിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, നാടിൻ്റെ നന്മയ്ക്കായി അവരെ പ്രവർത്തിക്കാൻ നമ്മൾ പ്രാപ്തരാക്കുക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് SKNും തീർച്ചയായിട്ടും എല്ലാ ആശംസകളും. നമ്മൾ കേരളത്തിലെ 50 വർഷം പിന്നിടുന്ന വോളിബോൾ കേന്ദ്രം ചന്ദ്രാപ്പിനിയാണ്. ചന്ദ്രാപിന്നിലാണോ ചെയ്യുന്നത്? 55 വർഷം ഞങ്ങൾ ഇന്ത്യൻ റെക്കോർഡ്സ് ഓഫ് ബുക്കിൽ വന്നു. SNSC ചന്ദ്രാപിന്നി 55 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇതിനുണ്ടാകും. 24-ൽ നിങ്ങൾക്കൊരു കവറേജ് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ ഈ സ്പോർട്സ് ലഹരിയാക്കണം, ജീവിതവും ലഹരിയാക്കണം. ഓക്കെ, താങ്ക് യു. നിങ്ങളിതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. എൻ്റെ യാത്രയിലുടനീളം എൻ്റെ ശരീരം ചീത്തയാകാൻ നോക്കാനുള്ള ജോലി എൻ്റെ ഭാര്യയാണ്. ഓക്കെ, ഉഷ. ഓക്കെ, എന്ന് വെച്ചാൽ ആരെങ്കിലും വെടിവെക്കുന്നെങ്കിലും ഒരാളൂടെ കൊള്ളാൻ വേണമല്ലോ. എല്ലാ സ്നേഹതീരത്തെത്തിയ ആളുകളുടെയും മനസ്സ് ഈ ഒരു സാമൂഹിക പ്രശ്നത്തെ തുറക്കാൻ വേണ്ടി നമ്മളൊരു കേക്ക് മുറിക്കുക. MLAയും TN പ്രതാപനും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന്
കേക്ക് മുറിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്നേഹതീരത്തെത്തിയ നമുക്കെല്ലാവർക്കും ഒരു പുതിയ അറിവുണ്ടായി കാണുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കാണുന്നതിനേക്കാളും വലിയ അപകടം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ തളിക്കുളത്ത് നമ്മൾ വരുമ്പം നമുക്ക് ഉള്ള പ്രതീക്ഷയേക്കാളും ആ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, നമ്മുടെ സാമൂഹിക സമ്മർദ്ദം, അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള ആവേശം, ഇതൊക്കെ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ കേക്ക് അതിലേക്കുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു. ഈ രാത്രിയിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. ആ അമ്പരപ്പ് അത്യാവശ്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞിട്ട് ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോയേനെ. ഓക്കെ, താങ്ക് യു. ഇവിടെ കൂടിയ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, വന്നിട്ട് പോയവർക്കും നന്ദി. ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ വിശുദ്ധ ദിനത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ഈദാശംസകളുമായി വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കരുത്. വലിയൊരു അപകടം, വലിയൊരു ചതിക്കുഴി നമ്മുടെ മുന്നിലുണ്ട്. താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്. നമുക്കൊരു ചെറിയ മാജിക് കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വളരെ വില കൂടിയ ഒരു 500 കോടി രൂപ മോഹവിലയുള്ള ഒരു കപ്പി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മോഹവില 500 കോടിയും ഇതിൻ്റെ യഥാർത്ഥ വില 300 രൂപയാണ്. അത് TN പ്രതാപന് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ MLA പേരിൽ അഴിമതി ആരോപണമൊന്നും വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒറിജിനൽ പ്രൈസ് പറയും. ഓക്കെ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണമൊന്നും വരില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ടായിരുന്നു, മെഹബൂബ്. അതേ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു ഇത് സംഘടന. ഓക്കെ, വാർഡ് മെമ്പറിനും കൂടെ ഇതിൻ്റെ കോടി മറന്നു പോരുത് മെമ്പർ അല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ഈ മാജിക് കൂടെ കണ്ട് 2 കൃതജ്ഞതയുടെ വാക്കൂടെ പറഞ്ഞ് നമുക്ക് വേഗം വീട്ടിലെത്താം. തുറക്കട്ടോ, സൂക്ഷിച്ച് നിൽക്കണം. പ്രതാപൻ സൂക്ഷിക്കണേ, MLA സൂക്ഷിക്കണേ. ഓ, അത് സൂപ്പറായി. ഇതാ വേണ്ടത്. ഓ, കിടിലമായി. ഓക്കെ. ലഹരിക്കെതിരെയുള്ള സ്നേഹതീരത്തിന്റെ വിശുദ്ധ പ്രാവിനെ SKN പറത്തുകയാണ്. ഓക്കെ, അപ്പോൾ പറപ്പിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കാരണം ലഹരി എത്രത്തോളം നമ്മളുടെ സമൂഹത്തെ കാർന്നു തിന്നുന്നുണ്ടെന്ന് ഈ സമീപത്തായി വന്ന വാർത്താ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും. നിങ്ങളെല്ലാവരും വാർത്ത കാണുന്നവരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ കുട്ടികളെ ഉൾപ്പെടെ ഇനിയും അതിലേക്ക് തള്ളിവിടാതിരിക്കാൻ നമ്മളുടെ ഒരു കരുതൽ ആവശ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ സ്നേഹതീരത്തെത്തിച്ചെന്ന എല്ലാവർക്കും 24-ന്റെ വകയും SKN സാറിൻ്റെ വകയും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.